പ്രിയപ്പെട്ട കുട്ടികളെ, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന സുവോളജി ചാപ്റ്ററിൻ്റെ 4ാമത്തെ ഭാഗം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ്, ലിങ്കേജ് ആൻഡ് റീകോമ്പിനേഷൻ എന്നീ ടോപ്പിക്കുകളാണ്. കഴിഞ്ഞ വീഡിയോകൾ നിങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ആ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത് മെൻഡലിൻ്റെ പരീക്ഷണങ്ങളും അദ്ദേഹത്തിൻ്റെ ലാസ് ഓഫ് ഇൻഹെറിറ്റൻസുമാണ്. മെൻഡൽ നടത്തിയ പ്രധാനപ്പെട്ട 2 ജനറ്റിക് ക്രോസുകൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. മോണോ ഹൈബ്രിഡ് ക്രോസും ഡൈ ഹൈബ്രിഡ് ക്രോസും. ഈ ക്രോസുകളെ ബേസ് ചെയ്താണ് അദ്ദേഹം ഇൻഹെറിറ്റൻസിൻ്റെ നിയമങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നത്. ലാ ഓഫ് ഡോമിനൻസും ലാ ഓഫ് സെഗ്രിഗേഷൻ ഓഫ് ഗമീറ്റ്സും ലാ ഓഫ് ഇൻഡിപെൻഡൻ്റ് അസോർട്ട്മെൻറ്റും ഒക്കെ അദ്ദേഹം ഈ പരീക്ഷണങ്ങളെ അടിസ്ഥാനമാക്കി കൊണ്ടുവന്നതാണ്. അപ്പോൾ അദ്ദേഹം പരീക്ഷണങ്ങൾ നടത്തിയ ഒരു കാലഘട്ടം ഓർമ്മിക്കുന്നുണ്ടാവും. 1865 അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങൾ പബ്ലിഷ് ചെയ്യുന്നത്. പക്ഷേ 1900 ആണ്ടെത്തുന്നത് വരെ ലോങ് 35 ഇയേഴ്സ് ഈ കണ്ടുപിടുത്തങ്ങളെല്ലാം അൺറിക്കഗ്നൈസ്ഡ് ആയിരുന്നു. ആരും അത് അംഗീകരിച്ചില്ല, മനസ്സിലാക്കിയില്ല. അപ്പം അതിൻ്റെ കാരണങ്ങൾ എന്തെന്നുള്ളതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മെൻഡൽ അദ്ദേഹം പരീക്ഷണം നടത്തിയ ആ ഒരു കാലഘട്ടത്തിൽ ഇന്ന് ഉള്ളതുപോലെ കമ്മ്യൂണിക്കേഷൻ സാധ്യതകളൊന്നും ഒന്നില്ല. ഇന്നൊക്കെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ലോകത്തെ അറിയിക്കണമെങ്കിൽ നമുക്കിപ്പോൾ വാട്സാപ്പും ഫേസ്ബുക്കും സോഷ്യൽ മീഡിയയും മറ്റ് മീഡിയാസും ഒക്കെ ധാരാളമുണ്ട്. ഇപ്പോൾ ഇതുപോലെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വാസ് നോട്ട് ഈസി ഇൻ ദോസ് ഡേയ്സ്. ഇപ്പോൾ വൈഡായിട്ട് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ അദ്ദേഹത്തിന് പബ്ലിഷ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം കമ്മ്യൂണിക്കേഷൻ വാസ് നോട്ട് ഈസി ഇൻ ദോസ് ഡേയ്സ്. അടുത്ത് പറയുന്ന മറ്റൊരു കാരണം, മെൻഡൽ അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങളുടെ കണ്ടെത്തലുകളിൽ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമാണ് ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഫാക്ടേഴ്സ് എന്ന് പറയുന്ന ഘടകങ്ങൾ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ കൺസെപ്റ്റ് ഓഫ് ജീൻസ് ഓർ ഫാക്ടേഴ്സ്. ഇപ്പോൾ ജീൻസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറയുന്ന ടേംസാണ്. അപ്പോൾ മെൻഡൽ അദ്ദേഹം ആ ജീൻസ് എന്ന് പറയുന്നതിന് പകരം അദ്ദേഹം അന്ന് ഉപയോഗിച്ച ടേമാണ് ഫാക്ടർ. അപ്പോൾ അതാണ് ഫാക്ടേഴ്സാണ് ഓരോ ക്യാരക്ടറിനെയും കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു ജനറേഷനിൽ നിന്നും അടുത്ത ജനറേഷനിലേക്ക് അത് കൈമാറ്റം ചെയ്യപ്പെടും. അപ്പോൾ ഈ രീതിയിലുള്ള കണ്ടെത്തലുകൾ അന്നത്തെ കോണ്ടംപററീസ്, അന്നത്തെ സമകാലികർ അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അതാണ് രണ്ടാമത് പറയുന്ന മറ്റൊരു കാരണം. മെൻഡൽ അദ്ദേഹം പറഞ്ഞത് ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഫാക്ടേഴ്സ് അത് സ്റ്റേബിളായിട്ടുള്ള ഫാക്ടേഴ്സാണ്, അതിന് വ്യത്യാസമൊന്നും വരുന്നില്ല, ഡിസ്ക്രീറ്റ് യൂണിറ്റ്സ് ആണ്. അപ്പോൾ അത് ഒരു ജനറേഷനിൽ നിന്നും അടുത്ത ജനറേഷനിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും എന്ന് പറയുന്ന ആ ഒരു കണ്ടെത്തൽ മെൻഡൽ അദ്ദേഹത്തിൻ്റെ കോണ്ടംപററീസ്, അദ്ദേഹത്തിൻ്റെ സമകാലികരായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർ ഇത് അവർക്കങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെ അടുത്ത് പറയുന്ന മറ്റൊരു കാരണം, മെൻഡൽസ് അപ്രോച്ച് ഓഫ് യൂസിങ് മാത്തമെറ്റിക്സ് ടു എക്സ്പ്ലെയിൻ ബയോളജിക്കൽ ഫിനോമിന was totally new and unacceptable to many of the biologists of his time. മെൻഡൽ അദ്ദേഹം പരീക്ഷണങ്ങൾ നടത്തി. അദ്ദേഹം മോണോഹൈബ്രിഡ് ക്രോസിൻ്റെ ഭാഗമായിട്ട് 3:1 റേഷ്യോ കൊണ്ടുവന്നു. അപ്പോൾ 3:1 റേഷ്യോ കൊണ്ടുവന്നപ്പോഴത്തേക്കും അദ്ദേഹത്തിന് കുറേ കാൽക്കുലേഷൻസ് മുന്നോട്ട് വയ്ക്കേണ്ടി വന്നു. 9:3:3:1 റേഷ്യോ ഡൈഹൈബ്രിഡ് ക്രോസ്
അതും മുന്നോട്ട് വെച്ചപ്പോഴത്തേക്കും കുറേ കാൽക്കുലേഷൻസ് മുന്നോട്ട് വെക്കേണ്ടി വന്നു. എത്ര പ്ലാന്റ്സ് എടുത്തു? 1000 പ്ലാന്റ്സ് എടുത്തു എങ്കിൽ അതിൽ എത്ര എണ്ണം റൗണ്ട് എല്ലോ ആണ്, എത്ര എണ്ണം റൗണ്ട് ഗ്രീൻ ആണ്, എത്ര എണ്ണം റിങ്കിൾഡ് എല്ലോ ആണ്, എത്ര എണ്ണം റിങ്കിൾഡ് ഗ്രീൻ ആണ്, മോണോഹൈബ്രിഡ് ക്രോസിനെ സംബന്ധിച്ച് എത്ര എണ്ണം ടോളാണ്, ഡോർഫാണ്. അപ്പോൾ ഇങ്ങനെ കുറേ മാത്തമെറ്റിക്കൽ കാൽക്കുലേഷൻസ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയും അതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹം അവസാനം കൺക്ലൂഷനുകളിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഒരു സയൻറ്റിഫിക് ഫിനോമിന, ബയോളജിക്കൽ ഫിനോമിന എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് മാത്തമെറ്റിക്സിൻ്റെ സഹായം തേടുക എന്ന് പറയുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ സയൻറ്റിസ്റ്റുമാരെ സംബന്ധിച്ചിടത്തോളം അൺഅക്സെപ്റ്റബിളാണ്. അവർക്ക് അങ്ങോട്ട് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു രീതി ആയിരുന്നില്ല. അപ്പോൾ അതും മെൻ്റലിൻ്റെ വർക്കുകൾ നെഗ്ലക്റ്റ് ചെയ്യപ്പെടാൻ, അവഗണിക്കപ്പെടാൻ കാരണമായിട്ട് മാറി. പിന്നെ നാലാമതായിട്ട് മെൻ്റൽ കുഡ് നോട്ട് പ്രൊവൈഡ് എനി ഫിസിക്കൽ പ്രൂഫ് ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് ഫാക്ടേഴ്സ്. ഇപ്പം മെൻ്റൽ ഫാക്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞു, ഫാക്ടേഴ്സ് സെഗ്രിഗേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞു, അത് ഒരു ജനറേഷനിൽ നിന്നും അടുത്ത ജനറേഷനിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതിനെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ രീതിയിൽ ഫാക്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് ഈ ഫാക്ടേഴ്സ് എന്ന് പറയുന്ന ഈ സാധനങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത്, എന്താണ് അതിൻ്റെ മൂവ്മെൻറ്റ്, എന്താണ് അതിൻ്റെ ഷേപ്പ്, ഇങ്ങനെ ഒരു കാര്യത്തിനും അദ്ദേഹത്തിന് വിശ്വസനീയമായിട്ടുള്ള ഒരു ഫിസിക്കൽ പ്രൂഫും കൊടുക്കാൻ സാധിച്ചില്ല. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ ക്രോമസോംസ് പോലും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഓർമ്മിക്കണം. ഇപ്പോൾ ക്രോമസോംസിനെയോ DNA-യോ ജീനിനെക്കുറിച്ചോ ഒന്നും അറിവില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് മെൻ്റൽ അദ്ദേഹത്തിൻ്റെ ഈ വർക്കുകൾ പബ്ലിഷ് ചെയ്യുന്നത് 1865. അപ്പോൾ ഈ പറയുന്ന പ്രധാനമായിട്ടും പറയുന്ന ഈ 4 കാരണങ്ങൾ കൊണ്ട് മെൻ്റലിൻ്റെ വർക്കുകൾ അൺറെക്കഗ്നൈസ്ഡ് ആയിട്ട് അവശേഷിച്ചു. ഒന്നുകൂടെ നമുക്ക് ആ കാരണങ്ങൾ പറയാം. കമ്മ്യൂണിക്കേഷൻ വാസ് നോട്ട് ഈസി ഇൻ ദോസ് ഡേയ്സ്. കമ്മ്യൂണിക്കേഷൻ ഈസി ആയിരുന്നില്ല. മെൻ്റൽസ് കൺസെപ്റ്റ്സ് ഓഫ് ജീൻസ് ഓർ ഫാക്ടേഴ്സ് ആസ് സ്റ്റേബിൾ ആൻഡ് ഡിസ്ക്രീറ്റ് യൂണിറ്റ്സ് ദാറ്റ് കൺട്രോൾഡ് ദ എക്സ്പ്രഷൻ ഓഫ് ട്രേറ്റ്സ്. ഇപ്പോൾ മെൻ്റലിൻ്റെ കൺസെപ്റ്റ് ഓഫ് ജീൻസ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് എങ്ങനെയാണത്? സ്റ്റേബിളും ഡിസ്ക്രീറ്റും യൂണിറ്റ്സ് ആണ്. ദാറ്റ് കൺട്രോൾഡ് ദ എക്സ്പ്രഷൻ ഓഫ് ട്രേറ്റ്സ് സ്വഭാവങ്ങളെ എക്സ്പ്രസ് ചെയ്യുന്നു. വാസ് നോട്ട് അക്സെപ്റ്റഡ് ബൈ ഹിസ് കോണ്ടംപററീസ്. അത് സമകാലികർ, കോണ്ടംപററീസ് മീൻസ് സമകാലികരായിട്ടുള്ള സയൻറ്റിസ്റ്റുമാരത് അക്സെപ്റ്റ് ചെയ്തില്ല. ദെൻ മെൻ്റൽസ് അപ്രോച്ച് ഓഫ് യൂസിങ് മാത്തമെറ്റിക്സ് ടു എക്സ്പ്ലെയിൻ ബയോളജിക്കൽ ഫിനോമിന എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് മാത്തമെറ്റിക്സ് ഉപയോഗിക്കുന്നത് വാസ് ടോട്ടലി ന്യൂ. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ വളരെ പുതിയ ഒരു കാര്യമായിരുന്നു. ആൻഡ് അൺഅക്സെപ്റ്റബിൾ, അത് അന്നത്തെ സയൻറ്റിസ്റ്റുമാർക്ക് അൺഅക്സെപ്റ്റബിൾ ആയിരുന്നു ടു മെനി ഓഫ് ദ ബയോളജിസ്റ്റ് ഓഫ് ഹിസ് ടൈം. പിന്നെ മെൻ്റൽ കുഡ് നോട്ട് പ്രൊവൈഡ് എനി ഫിസിക്കൽ പ്രൂഫ് ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് ഫാക്ടേഴ്സ്. അദ്ദേഹത്തിന് ഫാക്ടേഴ്സ് എങ്ങനെ ഇരിക്കും, എവിടെ ഇരിക്കുന്നു എന്നുള്ള കാര്യത്തിലൊന്നും ഒരു ഫിസിക്കൽ പ്രൂഫും കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അപ്പം അതിനുശേഷം ഇൻ 1900 3 scientists named Hugo de Vries, Carl Correns, Erich von Schermack, ഇങ്ങനെ 3 സയൻറ്റിസ്റ്റ്, ഫോട്ടോ നമുക്കിവിടെ കാണാം. ഇവർ 3 പേരും വെവ്വേറെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇത്തരം പരീക്ഷണങ്ങൾ നടത്തുകയും മെൻ്റൽ എത്തിയ അതേ കൺക്ലൂഷനിലേക്ക് എത്തുകയും ചെയ്തു. അപ്പോൾ മെൻ്റലിൻ്റെ കണ്ടുപിടുത്തങ്ങളുടെ ഒരു റീഡിസ്കവറിയാണ് 1900 ആണ്ടിൽ നടന്നത്. അപ്പോൾ ഈ 3 സയൻറ്റിസ്റ്റുമാർ, ഡി വ്രിസും കോറൻസും ഷെർമാക്കും, 3 സയൻറ്റിസ്റ്റുമാർ അവർ വ്യത്യസ്തമായിട്ട് പരീക്ഷണങ്ങൾ നടത്തുകയും അവർക്ക് മെൻ്റൽ എത്തിയ അതേ കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരുവാനും സാധിച്ചു. അങ്ങനെ മെൻ്റലിസത്തിൻ്റെ റീഡിസ്കവറി ക്രെഡിറ്റ് ഗോസ് ടു ദീസ് 3 സയൻറ്റിസ്റ്റ്. എന്തൊക്കെയാണ് സയൻറ്റിസ്റ്റുമാരുടെ പേര്? ഡി വ്രിസ്, കോറൻസ് ആൻഡ് വോൺ ഷെർമാക്ക്. ഈ 3 സയൻറ്റിസ്റ്റുമാർ ഇൻഡിപെൻഡൻ്റ്ലി റീഡിസ്കവേർഡ് മെൻ്റൽസ് റിസൾട്ട്സ് ഓൺ ദ ഇൻഹെറിറ്റൻസ് ഓഫ് ക്യാരക്ടേഴ്സ്.
1902 സട്ടൺ എന്നും ബോവറി എന്നും പറയുന്ന 2 സയൻറ്റിസ്റ്റുമാർ, അവരും ഇൻഡിപെൻഡൻ്റ്ലി ഡിസ്കവറി നടത്തിയതാണ്. എക്സ്പ്ലെയിൻ ദ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഇൻ 1902. ഇപ്പോൾ ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് അതിൻ്റെ ഉപജ്ഞാതാക്കൾ ആരെന്ന് ചോദിച്ചാൽ ഈ 2 സയൻറ്റിസ്റ്റുമാരുടെയും പേരാണ് ഓർക്കേണ്ടത്. സട്ടൺ, ബോവറി. പേര് മറക്കണ്ട. ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ആരാണതിൻ്റെ ആൾക്കാർ? സട്ടൺ ആൻഡ് ബോവറി. അപ്പോൾ അവരെന്താ കണ്ടുപിടിച്ചത്? ദ ബിഹേവിയർ ഓഫ് ക്രോമസോംസ് വാസ് പാരലൽ ടു ദ ബിഹേവിയർ ഓഫ് ജീൻസ്. അപ്പോൾ ക്രോമസോംസിൻ്റെ സ്വഭാവം അത് ജീനുകളുടെ സ്വഭാവവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ രണ്ടും ഒരുപോലെയാണ്, പാരലലാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കറിയാമായിരിക്കും സെൽ ഡിവിഷനെ കുറിച്ച് നിങ്ങൾക്കറിയാം. സെൽ ഡിവൈഡ് ചെയ്യുന്ന 2 ടൈപ്പ് സെൽ ഡിവിഷൻ ഉണ്ടെന്നറിയാം, മൈറ്റോസിസും മിയോസിസും. ഈ സെൽ ഡിവിഷൻ്റെ സമയമാകുമ്പോൾ ക്രോമസോമുകൾ ഇരട്ടിക്കുകയും അവ ഡിവൈഡ് ചെയ്യുന്ന സെല്ലുകളിലേക്ക് പോകുകയും ചെയ്യുന്നുണ്ടോ എന്നുള്ള വസ്തുതയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ ക്രോമസോംസിൻ്റെ മൂവ്മെൻറ്റ്, സെൽ ഡിവിഷൻ്റെ സമയത്തുള്ള മൂവ്മെൻറ്റ് സെയിം ആണ് ജീനുകളുടെ മൂവ്മെൻറ്റ്. ക്രോമസോം വാസ് പാരലൽ ടു ദ ബിഹേവിയർ ഓഫ് ജീൻസ്. Behavior of chromosomes was parallel to the behavior of genes, and they used the chromosome movement to explain Mendel's laws. അപ്പോൾ മെൻഡൽ അദ്ദേഹം പറഞ്ഞത് ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പെയർഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. ഈ ഫാക്ടേഴ്സ് എന്ത് ചെയ്യും? സെഗ്രിഗേറ്റ് ചെയ്യും. ഗമീറ്റ് ഫോർമേഷൻ്റെ സമയമാകുമ്പോൾ സെഗ്രിഗേറ്റ് ചെയ്യും, വേർപിരിഞ്ഞ് ഓരോ ഗമീറ്റിനും ഓരോ ഫാക്ടർ വീതം കിട്ടുമെന്നുള്ള കൺസെപ്റ്റ്, ഐഡിയ ആണ് മെൻഡൽ മുന്നോട്ട് വച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമുക്കറിയാം ക്രോമസോംസ്, ഇപ്പോൾ നമുക്കറിയാം ക്രോമസോംസ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം 46 ക്രോമസോംസ് ഉണ്ട്. അതിൽ 23 ക്രോമസോംസ് ഫാദറിൽ നിന്നും കിട്ടുന്നതാണ്, പെറ്റേണലാണ്. 23 ക്രോമസോംസ് മെറ്റേണലാണ്, മദറിൽ നിന്നും കിട്ടുന്നതാണ്. അപ്പോൾ ഈ ക്രോമസോംസ് എല്ലാം നമ്മൾ ഒരുമിച്ച് 23 പെയേഴ്സിന് നമുക്ക് പറയാം ഹോമലോഗസ് ക്രോമസോംസ് എന്ന് വിളിക്കാം. ഹോമലോഗസ് ക്രോമസോംസ്. അപ്പോൾ ക്രോമസോം തിയറി ഓഫ് ഇൻഹെറിറ്റൻസിൽ പറയുന്നതാണ് ക്രോമസോംസ് ആസ് വെൽ ആസ് ജീൻസ് ഒക്കർ ഇൻ പെയേഴ്സ്. ക്രോമസോംസും ജീനുകളും പെയേഴ്സായിട്ടാണ് കാണപ്പെടുന്നത്. ആക്ച്വലി നമുക്കിപ്പോൾ അറിയാം ജീനുകൾ എന്ന് പറയുന്നത് ഇരിക്കുന്നത് ക്രോമസോമിലാണെന്നുള്ളത് നമുക്കിപ്പോൾ അറിയാം. The 2 alleles of a gene pair are located on the homologous sites on homologous chromosomes. ആ ഓരോ അലിൽസും ഇരിക്കുന്നത് 2 ക്രോമസോംസ് ഉണ്ട്. ആ 2 ക്രോമസോമിൽ ഒരേ സ്ഥലത്താണ്. ക്രോമസോം നമ്പർ 1 എടുത്താൽ 2 ക്രോമസോംസിലും, ഫോർ എക്സാമ്പിൾ ടോൾ എന്ന് പറയുന്ന ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന ജീനാണെങ്കിൽ 2 ക്രോമസോമിൽ ഇരിക്കുന്നത് ഒരേ ലൊക്കേഷനിലാണ്, ഒരേ പ്ലേസിലാണ്. അതാണ് ഇത് പറയുന്നത്. ക്രോമസോംസ് ആസ് വെൽ ആസ് ജീൻസ് ഒക്കേഴ്സ് ഇൻ പെയേഴ്സ്. The 2 alleles of a gene pair are located on the homologous sites on homologous chromosomes. ഇനി നമുക്ക് ഈ ജീനിൻ്റെയും ക്രോമസോംസിൻ്റെയും ഒരു കമ്പാരിസൺ കൊടുത്തിരിക്കുന്നു എന്ന് നോക്കാം. ക്രോമസോം പെയേഴ്സായിട്ട് കാണുന്നു, അതുപോലെ തന്നെ ജീനും പെയേഴ്സായിട്ട് കാണുന്നു. ഒക്കർ ഇൻ പെയേഴ്സ്. സെഗ്രിഗേറ്റ് അറ്റ് ദ ടൈം ഓഫ് ഗമീറ്റ് ഫോർമേഷൻ. ക്രോമസോം എന്ത് ചെയ്യുന്നു? ഗമീറ്റ് ഫോർമേഷൻ്റെ സമയമാകുമ്പോൾ വേർപിരിയുന്നു. such that only one of each pair is transmitted to a gamete. അപ്പോൾ ഹോമലോഗസ് ക്രോമസോംസ് ആണ്, ഒരുപോലത്തെ ക്രോമസോംസ് ആണ്, ഓരോ പെയറാണ്. ആ പെയറിൽ ഓരോ പെയറിൽ ഓരോന്ന് വീതം ഓരോ ഗമീറ്റിലേക്കും പോകുന്നു. സെയിം
സെഗ്രിഗേറ്റ് അറ്റ് ഗമീറ്റ് ഫോർമേഷൻ. ജീനുകളുടെ കാര്യവും സെയിം ആണ്. ആൻഡ് ഓൺലി വൺ ഓഫ് ഈച്ച് പെയർ ഈസ് ട്രാൻസ്മിറ്റഡ് ടു എ ഗമീറ്റ്. ഗമീറ്റിലേക്ക് ഒരു പെയർ മാത്രമേ പോകുന്നുള്ളൂ. ഇനിയോ ഇൻഡിപെൻഡൻറ്റ് പെയേഴ്സ് സെഗ്രിഗേറ്റ് ഇൻഡിപെൻഡൻ്റ്ലി ഓഫ് ഈച്ച് അതർ. അപ്പോൾ ഓരോ ക്രോമസോം പെയറും വേർപിരിയുന്നത് ഇൻഡിപെൻഡൻ്റ്ലി ഓഫ് ഈച്ച് അതർ, മറ്റൊരു പെയറിനുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തല്ല. ക്രോമസോം നമ്പർ 1 സെഗ്രിഗേറ്റ് ചെയ്യുന്നതും ക്രോമസോം നമ്പർ 2 സെഗ്രിഗേറ്റ് ചെയ്യുന്നതും തങ്ങളിൽ എന്തില്ല, ബന്ധമില്ല. രണ്ടുപേരും ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് സെഗ്രിഗേറ്റ് ചെയ്യുന്നത്. സെയിം വൺ പെയർ സെഗ്രിഗേറ്റ് ഇൻഡിപെൻഡൻ്റ്ലി ഓഫ് അനദർ പെയർ. ജീൻസിൻ്റെ കാര്യത്തിലോ സെയിം ആണ്. ഒരു പെയർ ജീൻ സെഗ്രിഗേറ്റ് ചെയ്യുന്നത് മറ്റേ പെയറുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തല്ല. അപ്പോൾ ഈ രണ്ട് കോളവും നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ ഇത് രണ്ടിലും എന്താണ്, ഒരേ കാര്യങ്ങളാണ് പറയുന്നത്. ക്രോമസോംസിൻ്റെ കാര്യവും ജീൻസിൻ്റെ കാര്യവും ഒരേ കാര്യങ്ങൾ തന്നെ. അപ്പോൾ അവിടെ എന്താണ്, ക്രോമസോംസ് ജീൻസും കമ്പയർ ചെയ്യുമ്പോൾ രണ്ടിൻ്റെയും ബിഹേവിയർ ഒരുപോലെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സട്ടൺ ബോവറി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റുമാർ അവർ ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസിലൂടെ അവർ പ്രപ്പോസ് ചെയ്തിട്ടുള്ള വസ്തുത എന്ന് പറയുന്നത്. Sutton and Boveri explained the chromosomal theory of inheritance in 1902. They noted that the behavior of chromosome was parallel to the behavior of genes, and they used chromosome movement to explain Mendel's laws. Mendel's laws-നെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അവർ ക്രോമസോം മൂവ്മെൻറ്റ് ഉപയോഗിച്ചു. മെൻഡലിന് പറ്റാതിരുന്നതും അതാണ്. എവിടെയാണ് ഫാക്ടേഴ്സ് ലൊക്കേറ്റ് ചെയ്യുന്നത്, അത് എങ്ങനെയാണ് അത് മൂവ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും മെൻഡലിന് പറയാൻ പറ്റിയില്ല. അപ്പോൾ ആര് അത് എക്സ്പ്ലെയിൻ ചെയ്തു? ഈ ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസിലൂടെ സട്ടൺ ആൻഡ് ബോവറി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റുമാർ അതെന്ത് ചെയ്തു, എക്സ്പ്ലെയിൻ ചെയ്തു. ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഇരിക്കുന്നത് ക്രോമസോമിലാണെന്നുള്ളത്, ക്രോമസോം ഗമീറ്റ് ഫോർമേഷൻ്റെ സമയമാകുമ്പോൾ അത് സെഗ്രിഗേറ്റ് ചെയ്യുകയും ഓരോ ഹോമലോഗസ് പെയർ ക്രോമസോമും സെഗ്രിഗേറ്റ് ചെയ്യുന്നത് മറ്റൊരു പെയറിനെ ഡിപ്പെൻഡ് ചെയ്യാതെ ഇൻഡിപെൻഡൻ്റ്ലി സെഗ്രിഗേറ്റ് ചെയ്യുന്നു എന്നുള്ള വസ്തുതകളും ഇവരെന്ത് ചെയ്തു, മുന്നോട്ട് വെച്ചു. അപ്പോൾ ഈ കാര്യത്തിൽ നമുക്ക് ഒന്നുകൂടെ വ്യക്തത വരുത്താം ക്രോമസോം മൂവ്മെൻറ്റിൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ സെൽ ഡിവിഷനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുള്ളപ്പോൾ മിയോട്ടിക് ഡിവിഷനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. മിയോസിസ് എന്ന് പറയുമ്പോഴത്തേക്കും റീപ്രൊഡക്റ്റീവ് സെൽസിൽ നടക്കുന്ന സെൽ ഡിവിഷനാണ് മിയോട്ടിക് ഡിവിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വിവിധ ഘട്ടങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ് എന്ന് പറഞ്ഞൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഒരു പിക്ചറിലേക്കൊന്ന് നോക്കാം. ഇവിടെ G1 G2 ഫേസുകൾ കൊടുത്തിട്ടുണ്ട്. സെൽ ഡിവിഷന് മുമ്പുള്ള, ഡിവൈഡ് ചെയ്യുന്നതിന് മുമ്പുള്ള, അതിനകത്ത് എങ്ങനെയാണ് ക്രോമസോമൽ ഫാക്ടേഴ്സ്, ന്യൂക്ലിയസിനകത്തുള്ള ഘടകങ്ങൾ അത് മാറുന്നു എന്നുള്ളതൊക്കെയാണ് നമ്മൾ G1 G2 ഫേസിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ ക്രോമസോമുകൾ ഇവിടെ ഇരട്ടിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാം. സെൽ ഡിവിഷന് മുമ്പ് സിംഗിളായിട്ടിരിക്കുന്ന ക്രോമസോംസ് അടുത്ത ഘട്ടം വരുമ്പോഴത്തേക്കും അത് ഡബിൾ ആകുന്നുണ്ട്, ഇരട്ടിക്കുന്നുണ്ട്. ഈ പടത്തിൽ കാണാം. ഇവിടെ യെല്ലോ കളറിൽ, ഓറഞ്ച് കളറിൽ, ഗ്രീൻ കളറിൽ, റെഡ് കളറിൽ ഇവിടെ 4 ക്രോമസോംസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി സെൽ ഡിവൈഡ് ചെയ്യുന്നതിന് മുമ്പ് മിയോസിസ് 1, അനാഫേസിൻ്റെ മിയോസിസ് 1 സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ക്രോമസോംസുകൾ മെറ്റാഫേസ് പ്ലേറ്റ് നിങ്ങളൊക്കെ ഓർമ്മിക്കുന്നുണ്ടാവും. അതിന് നടുക്കായിട്ട് വന്ന് ഇവിടെ ഇങ്ങനെ ക്രോമസോംസുകൾ ജോഡി ചേർന്ന് അറേഞ്ച്മെൻ്റ് ഉണ്ടാകുന്നത് ഓർക്കുന്നുണ്ടാവും. ഇനി മിയോസിസ് 2 അനാഫേസിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് എത്തുമ്പോഴത്തേക്കും ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഇത് സെപ്പറേറ്റ് ആവുകയാണ്. കാണാമല്ലോ ഇവിടെ ഇത് യെല്ലോ 2ആയിട്ട് മാറി, റെഡ് 2ആയിട്ട് മാറി, ഇത് ഓറഞ്ച് കളർ ക്രോമസോംസും 2ആയിട്ട് മാറി, ഗ്രീൻ കളർ ക്രോമസോംസും 2ആയിട്ട് മാറിയിട്ട് എന്ത് ചെയ്യുന്നു, ഈ യെല്ലോയും റെഡ് ഒരു ഗമീറ്റിലേക്ക് പോകുന്നു, ജേം സെൽസിലേക്ക് പോകുന്നു. യെല്ലോയും റെഡും പോകുന്നു, യെല്ലോയും റെഡും. ഇതിൽ നിന്നുള്ള 2 വേർപിരിഞ്ഞ് 2 ഹോമലോഗസ് ക്രോമസോംസ് ആണ്
ഒരുപോലത്തെ ക്രോമസോംസ് ആണ്. ഈ ഹോമലോഗസ് ക്രോമസോംസിൽ ഒരെണ്ണം ഒരു ജേം സെല്ലിലേക്ക് പോകുന്നു, മറ്റ് ഇതും അതേ ജേം സെല്ലിലേക്ക് പോകുന്നു. അപ്പോൾ യെല്ലോയും റെഡും ഒരു ഗമീറ്റിന് കിട്ടുന്നു. സെയിം ഇതാ ഈ ക്രോമസോമിനെ പരിഗണിക്കുമ്പോൾ, ഇവിടുത്തെ 2 ക്രോമസോമുകളെ പരിഗണിക്കുമ്പോൾ ഇതാ ഓറഞ്ചും ഗ്രീനും അത് ഓരോ ഗമീറ്റിലേക്ക് പോകുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോ ഗമീറ്റിനും എല്ലാ ക്രോമസോംസുകളുടെയും ഭാഗങ്ങൾ കിട്ടുകയാണ്. ഇനിതാ ഇതിൻ്റെ ഒരു പോസിബിലിറ്റിയാണ് നമ്മൾ അടുത്തതാ പടത്തിൽ പറയുന്നത്. എങ്ങനെയൊക്കെ സംഭവിക്കാമെന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ 4 ക്രോമസോംസ്, ഓറഞ്ച് ക്രോമസോം ഉണ്ട്, യെല്ലോ ക്രോമസോം ഉണ്ട്, ഗ്രീൻ ക്രോമസോം ഉണ്ട്, റെഡ് ക്രോമസോംസ് ഉണ്ട്. സെൽ ഡിവിഷൻ നടക്കുമ്പോൾ ഏതൊക്കെ രീതിയിൽ ഇത് ഗമീറ്റുകളിലേക്ക് പോകാം. ഇവിടെ നമ്മൾ കണ്ടത് യെല്ലോ ക്രോമസോം റെഡിൻ്റെ കൂടെ പോകുന്നത് കണ്ടു, ഓറഞ്ച് ക്രോമസോം ഗ്രീനിൻ്റെ കൂടെ പോകുന്നത് കണ്ടു. ഇവിടെ ഒന്ന് നോക്കാം നമുക്ക്. ഇവിടെ ഇതാ ഓറഞ്ച് ക്രോമസോമിനടുത്തായിട്ട് ആരിരിപ്പുണ്ട്? ഗ്രീൻ ക്രോമസോം ഇരിപ്പുണ്ട്. യെല്ലോ ക്രോമസോമിനടുത്തായിട്ട് റെഡ് ക്രോമസോം ഇരിപ്പുണ്ട്. അപ്പോൾ ഇവിടെ ഇത് മെയോസിസ് ഫസ്റ്റിൽ, അനാഫേസിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ ഇവിടെ നമ്മൾ കണ്ട അതേ സ്റ്റേജ് തന്നെ. ഇപ്പോൾ മിയോസിസിൻ്റെ സെക്കൻഡ് സ്റ്റേജിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ ഒരു പോസിബിലിറ്റി, ഇതിങ്ങനെയാണ് സെഗ്രിഗേറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ ഓറഞ്ച് ക്രോമസോമും ഗ്രീൻ ക്രോമസോമും കൂടെ ഒരുമിച്ച് സെപ്പറേറ്റ് ചെയ്യുന്നു. ഓറഞ്ചും ഗ്രീനും അത് ഒരു ജേം സെല്ലിന് കിട്ടുന്നു. ഓറഞ്ചും ഗ്രീനും ഓരോ ജേം സെല്ലിന് കിട്ടുന്നു. ഇതിവിടെ അതുപോലെ ഇവിടെ യെല്ലോയും റെഡും മറ്റൊന്നിന് കിട്ടുന്നു. ഇതൊരു പോസിബിലിറ്റി. ഓറഞ്ച് ക്രോമസോം ആൻഡ് ഗ്രീൻ ക്രോമസോം ഒരു ഗമീറ്റിന് കിട്ടാം, യെല്ലോ ക്രോമസോം ആൻഡ് റെഡ് ക്രോമസോമും ഗമീറ്റിന് കിട്ടാം. ഇനി ഇവിടെ അടുത്ത പോസിബിലിറ്റി നോക്കൂ. ഇവിടെ ഓറഞ്ച് ക്രോമസോമുമായിട്ട് അടുത്ത് അലൈൻ ചെയ്ത് വരുന്നത് ആരാണ്? റെഡ് ക്രോമസോമാണ്. യെല്ലോയുമായിട്ട് അലൈൻ ചെയ്ത് വരുന്നത് ഗ്രീൻ ക്രോമസോമാണ്. അപ്പോൾ 2 പോസിബിലിറ്റി സംഭവിക്കാം. ഈ രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ് നടക്കാം. ഓറഞ്ചും ഗ്രീനും യെല്ലോയും റെഡും, ജസ്റ്റ് ഓപ്പോസിറ്റ് ഓറഞ്ചും റെഡും യെല്ലോയും ഗ്രീനും. 2 രീതിയിലും ക്രോമസോമുകൾ വന്ന് അലൈൻ ചെയ്യപ്പെടാം. അപ്പോൾ ഈ രീതിയിലാണ് അലൈൻ ചെയ്യപ്പെടുന്നതെങ്കിൽ ഇവിടെ ഓറഞ്ചിൻ്റെ കൂടെ കിട്ടുക ആരെയായിരിക്കും? റെഡിനെ ആയിരിക്കും കിട്ടുക. യെല്ലോയുടെ കൂടെ ഗ്രീന്. ഇവിടെ സംഭവിച്ചതിൻ്റെ ഓപ്പോസിറ്റ്. അപ്പം അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഓറഞ്ച് ക്രോമസോമും റെഡ് ക്രോമസോമും ഒരു ഗമീറ്റിന് കിട്ടും, യെല്ലോയും ഗ്രീനും മറ്റൊരു ഗമീറ്റിന് കിട്ടും. അപ്പോൾ ഈ രീതിയിൽ 2 പോസിബിലിറ്റീസ് വരാം. അപ്പോൾ 2 പോസിബിലിറ്റീസ് വരുന്നതാണ് നമ്മൾ ഡൈഹൈബ്രിഡ് ക്രോസിൽ നമ്മൾ കണ്ടതാണ്. റൗണ്ട് ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന ജീനാണ് ഈ ക്രോമസോമിൽ ഇരുന്നതെന്ന് വിചാരിക്കുക. ആ റൗണ്ടിൻ്റെ കൂടെ അടുത്ത് ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന ജീനാണ്, കളറിനെ കൺട്രോൾ ചെയ്യുന്ന ജീനാണ് ഇതെന്ന് വിചാരിക്കുക. ദിസ് ഈസ് റൗണ്ട് യെല്ലോ ആൻഡ് ദിസ് ഈസ് റിങ്കിൾഡ് ഗ്രീൻ. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കാം? ഈ റൗണ്ട് ക്യാരക്ടർ ഇരിക്കുന്ന ക്രോമസോം ഇതാണ്, യെല്ലോയുടെ ക്യാരക്ടർ ഇരിക്കുന്ന ക്രോമസോം ഇതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഒരു ഗമീറ്റിന് കിട്ടുകയാണെങ്കിൽ അവിടെ റൗണ്ട് യെല്ലോ വരും. ഇനി ഇതാ ഇവിടെ ഈ റൗണ്ടിന് ഈ ഇപ്പുറത്തിരിക്കുന്നത് ഗ്രീൻ ഇതാണെന്ന് വിചാരിക്കുക. ഇതാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? റൗണ്ട് ഗ്രീൻ ആയിരിക്കും ക്യാരക്ടർ. ഇത് റിങ്കിൾഡിൻ്റെ ക്യാരക്ടറാണ്. ഇതാണെങ്കിലോ റിങ്കിൾഡ് യെല്ലോ ആയിരിക്കും വരിക. അപ്പം അങ്ങനെയാണ് ഇവിടെ 9:3:1 റേഷ്യോ കിട്ടുന്നതും ഇൻഡിപെൻഡൻ്റ് അസോർട്ട്മെൻറ്റ് സംഭവിക്കുന്നതും. അപ്പം മെൻ്റൽ അദ്ദേഹത്തിൻ്റെ ഡൈഹൈബ്രിഡ് ക്രോസ് വഴി അദ്ദേഹം പ്രപ്പോസ് ചെയ്ത ലായാണ് ലാ ഓഫ് സെഗ്രിഗേഷൻ ഓഫ് ഗമീറ്റ്സ്, ലാ ഓഫ് ഇൻഡിപെൻഡൻ്റ് അസോർട്ട്മെൻറ്റ്. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇത് എന്ത് ചെയ്യുക? ക്രോമസോമുകൾക്ക് കൂടിച്ചേരാൻ പറ്റുക. അപ്പോൾ ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന ജീൻസ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ക്രോമസോമിലിരിക്കുന്നു. ഈ ക്രോമസോമുകൾ ഗമീറ്റ് ഫോർമേഷൻ്റെ സമയമാകുമ്പോൾ ഒരു പെയർ മറ്റേ പെയറിനെ ഡിപ്പെൻഡ് ചെയ്യാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു? സെഗ്രിഗേറ്റ് ചെയ്യുകയും കൂടിച്ചേരുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി ഇതൊന്ന് വായിച്ചു നോക്കാം.
During anaphase of meiosis 1, the two chromosome pair can align at the metaphase plate independently of each other. ഈ രീതിയിൽ അലൈൻ ചെയ്യപ്പെടാം, ഈ രീതിയിലും അലൈൻ ചെയ്യപ്പെടാം. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അതിന് അലൈൻ ചെയ്യാൻ പറ്റും. Compare the chromosome of 4 different colors in the left and right columns. രണ്ടിലും നോക്കുക. In the left column, possibility 1. Orange and green segregating each other. ഓറഞ്ചും ഗ്രീനും എന്ത് ചെയ്യുന്നു? സെഗ്രിഗേറ്റ് ചെയ്ത് മാറുന്നു. But in the right hand column, possibility 2, the orange chromosome is segregating with the red chromosome. ഓറഞ്ച് ക്രോമസോം ആരുമായിട്ട് സെഗ്രിഗേറ്റ് ചെയ്യുന്നു? റെഡ് ക്രോമസോമായിട്ട് സെഗ്രിഗേറ്റ് ചെയ്യുന്നു. മനസ്സിലാക്കിയല്ലോ ഇത്രയും കാര്യങ്ങൾ? നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തി തോമസ് ഹണ്ട് മോർഗൻ. അദ്ദേഹത്തിന് എക്സ്പെരിമെൻ്റൽ ജനറ്റിക്സിൻ്റെ പിതാവെന്നാണ് അറിയപ്പെടുന്നത്. തോമസ് ഹണ്ട് മോർഗൻ. അപ്പം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും കൂടെ ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസിന് ഒരു എക്സ്പെരിമെൻ്റൽ വെരിഫിക്കേഷൻ കൊടുത്തു. പരീക്ഷണത്തിലൂടെ ക്രോമസോം തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ശരിയാണ് എന്ന് പ്രൂവ് ചെയ്തു. അവർ എക്സ്പെരിമെൻറ്റിന് ഉപയോഗിച്ച മെറ്റീരിയൽ എന്ന് പറയുന്നത് നിങ്ങൾ സ്ഥിരമായിട്ടൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പഴങ്ങളിലുമൊക്കെ വന്നിരിക്കുന്ന ഫ്രൂട്ട് ഫ്ലൈ, പഴയീച്ച എന്നൊക്കെ പറയാറുള്ള ഫ്രൂട്ട് ഫ്ലൈ, പഴങ്ങളും മറ്റുമൊക്കെ തുറന്നു വച്ചിരുന്നാൽ അതിൽ ധാരാളമായിട്ട് വന്നിരിക്കുന്ന ഒരു തരം ഈച്ചയുണ്ട്, കുഞ്ഞ് ഈച്ച. ആ ഈച്ചയാണ് ഈ പടത്തിൽ കാണുന്നത്. ആ ഈച്ചയെ സയൻറ്റിഫിക്കലി വിളിക്കുന്ന നെയിമാണ് ഡ്രോസോഫില മെലാനോഗാസ്റ്റർ. ഡ്രോസോഫില എന്ന് നമ്മൾ സാധാരണ പറയുന്ന ഈ ഫ്രൂട്ട് ഫ്ലൈ, ഈ ഫ്രൂട്ട് ഫ്ലൈയിലാണ് ഈ ജനറ്റിക്സുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ധാരാളം എക്സ്പെരിമെൻറ്റുകൾ നടത്തുന്ന ഫ്ലൈ ആണ് ഡ്രോസോഫില മെലനോഗാസ്റ്റർ എന്ന് പറയുന്ന ഈ ഫ്രൂട്ട് ഫ്ലൈ. ഇപ്പോൾ തോമസ് ഹണ്ട് മോർഗൻ അദ്ദേഹവും സഹപ്രവർത്തകരും ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസിന് ഒരു എക്സ്പെരിമെൻ്റൽ വെരിഫിക്കേഷൻ കൊടുത്തത് ഈ ഫ്രൂട്ട് ഫ്ലൈയിൽ നടത്തിയ പരീക്ഷണത്തിലൂടെയാണ്. ഇനി എന്തുകൊണ്ടാണ് അവർ ഈ ഫ്രൂട്ട് ഫ്ലൈയെ ഇത്തരം പരീക്ഷണങ്ങൾക്കുള്ള ഒരു സ്റ്റഡി മെറ്റീരിയലായിട്ട് സെലക്ട് ചെയ്തത്? വൈ ഡ്രോസോഫില ഈസ് സ്യൂട്ടബിൾ ഫോർ ജനറ്റിക് സ്റ്റഡി? എന്തുകൊണ്ട് ഡ്രോസോഫിലയെ ജനറ്റിക് സ്റ്റഡിക്കായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ദേ കുഡ് ബി ഗ്രോൺ ഓൺ സിമ്പിൾ സിന്തറ്റിക് മീഡിയം ഇൻ ദ ലബോറട്ടറി. ഒരുപാട് പ്രിപ്പറേഷൻസ് ഒന്നും ആവശ്യമില്ല. കുറച്ച് പഴച്ചാറോ പഴമോ അതുപോലെയുള്ള എന്തെങ്കിലും ഒരു സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും ഒരു സിന്തറ്റിക് മീഡിയം മതി ഈ ഫ്ലൈക്ക് വളരാൻ. അപ്പോൾ ഈ ഫ്ലൈയെ സംബന്ധിച്ചിടത്തോളം അത് മുട്ടയിട്ട് അടുത്ത ജനറേഷൻ ഉണ്ടായി വരാൻ ഉദ്ദേശം ഒരു 2 ആഴ്ചത്തെ സമയമേ ആവശ്യമുള്ളൂ. 7 to 14 days. ആ ദിവസത്തിനകത്ത് അത് ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുമെന്നുള്ളതാണ്. അതുപോലെ ഈ ഫ്ലൈയെ ഒരു സിംഗിൾ മാറ്റിംഗ്, ഒറ്റ സമയം റീപ്രൊഡക്ഷന് വിധേയമാക്കിയാൽ തന്നെ ധാരാളം മുട്ടയിടുകയും ധാരാളം പുതിയ ഈച്ചകൾ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൽ ഫീമെയിൽ ഫ്ലൈസിനെ ഈസിലി ഡിസ്റ്റിങ്വിഷബിളാണ്, പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. മെയിൽ വലിപ്പം കുറവാണ്, ഫീമെയിൽ വലിപ്പം കൂടുതലാണ്, മറ്റ് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന മറ്റ് ക്യാരക്ടേഴ്സും ഉണ്ട്. അപ്പോൾ ഇതിന് ഒരുപാട് ഹെറിഡിറ്ററി വേരിയേഷൻസ് ഇത് കാണിക്കുന്നുണ്ടെന്നുള്ളതാണ്. അതിൻ്റെ ഐയുടെ കളറിൻ്റെ കാര്യത്തിൽ, ബോഡിയുടെ കളറിൻ്റെ കാര്യത്തിൽ, വിങ്ങിൻ്റെ സൈസിൻ്റെ കാര്യത്തിൽ, അങ്ങനെയൊക്കെ ഒരുപാട് ഹെറിഡിറ്ററി വേരിയേഷൻസ് ഈ ഫ്ലൈസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പിൽ വെച്ച് നമ്മൾ നോക്കിയാൽ തന്നെ ഈ വേരിയേഷൻസൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ഡ്രോസോഫില ഈസ് എ സ്യൂട്ടബിൾ മെറ്റീരിയൽ ഫോർ ജനറ്റിക് സ്റ്റഡി. വൈ?
എന്തുകൊണ്ടാണ്? വൈ ഡ്രോസോഫില? അപ്പോൾ അതിൻ്റെ ആൻസർ എന്തൊക്കെ പറയാം? ദേ കുഡ് ബി ഗ്രോൺ ഓൺ സിമ്പിൾ സിന്തറ്റിക് മീഡിയം ഇൻ ദ ലബോറട്ടറി. സിമ്പിൾ സിന്തറ്റിക് മീഡിയത്തിൽ വളർത്താൻ പറ്റും. ദേ കംപ്ലീറ്റ് ദെയർ ലൈഫ് സൈക്കിൾ ഇൻ അബൌട്ട് 2 weeks. 2 ആഴ്ചയ്ക്കകത്ത് അതിൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യും. എ സിംഗിൾ മേറ്റിംഗ് കുഡ് പ്രൊഡ്യൂസ് എ ലാർജ് നമ്പർ ഓഫ് പ്രോജനി ഫ്ലൈസ്. ഒരു സിംഗിൾ മേറ്റിങ്ങിൽ തന്നെ ധാരാളം ഫ്ലൈസ് കിട്ടും. ദർ വാസ് എ ക്ലിയർ ഡിഫറൻഷിയേഷൻ ഓഫ് ദ സെക്സസ്. ദ മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലൈസ് ആർ ഈസിലി ഡിസ്റ്റിങ്വിഷബിൾ. മെയിൽ ഫ്ലൈയെയും ഫീമെയിൽ ഫ്ലൈയെയും നമുക്ക് ഈസി ആയിട്ട് തിരിച്ചറിയാൻ പറ്റും. ഇറ്റ് ഹാസ് മെനി ടൈപ്സ് ഓഫ് ഹെറിഡിറ്ററി വേരിയേഷൻസ് ദാറ്റ് ക്യാൻ ബി സീൻ വിത്ത് ലോ പവർ മൈക്രോസ്കോപ്പ്. ലോ പവർ മൈക്രോസ്കോപ്പിൽ നോക്കിയാൽ തന്നെ ധാരാളം ഹെറിഡിറ്ററി വേരിയേഷൻസ് കാണാനും സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് മോർഗൻ നടത്തിയ എക്സ്പെരിമെൻറ്റിലേക്ക് പോകാം. അപ്പോൾ അദ്ദേഹം നടത്തിയ ഡൈഹൈബ്രിഡ് ക്രോസാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഇപ്പോൾ ധാരാളം മോണോഹൈബ്രിഡ് ക്രോസ് എക്സ്പെരിമെൻറ്റ്സുകളും ഡൈഹൈബ്രിഡ് ക്രോസ് എക്സ്പെരിമെൻറ്റ്സുകളും ഒക്കെ മോർഗൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഡൈഹൈബ്രിഡ് ക്രോസാണ് നമുക്ക് എക്സാമ്പിളായിട്ട് ഇവിടെ പഠിക്കാനുള്ളത്. അപ്പോൾ ഡൈഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, അതിൽ 2 ക്യാരക്ടേഴ്സ്, 2 കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്ന കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ബോഡിയുടെ കളറ്, അതുപോലെ ഐയുടെ കളർ. ഇത് രണ്ടുമാണ് ഇവിടെ കോൺട്രാസ്റ്റിംഗ് ട്രൈറ്റ്സ് ആയിട്ട് കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ ബോഡിയുടെ കളറിനെ സംബന്ധിച്ച് യെല്ലോ കളറിലുള്ള ബോഡിയുള്ള ഫ്ലൈ ഉണ്ട്, അതുപോലെ ബ്രൗൺ കളറിലെ ബോഡിയുള്ള ഫ്ലൈ ഉണ്ട്. അപ്പോൾ യെല്ലോ കളറും ബ്രൗൺ കളറും ബോഡിയുടെ കളറ് കോൺട്രാസ്റ്റിംഗ് പെയേഴ്സാണ്. അതുപോലെ വൈറ്റ് ഐ അതുകൊണ്ട് റെഡ് ഐയും ഉണ്ട്. അപ്പോൾ വൈറ്റ് ഐ ഉള്ള ഫ്ലൈയും ഉണ്ട്, റെഡ് ഐയും ഉള്ള ഫ്ലൈയും ഉണ്ട്. അപ്പോൾ മോർഗൻ ഇതിൽ ക്രോസ് ചെയ്തപ്പോൾ ഈ 2 ക്യാരക്ടേഴ്സാണ് കൺസിഡർ ചെയ്തത്. യെല്ലോ ബോഡീഡ് വൈറ്റ് ഐഡ് ഫീമെയിൽ ഈസ് ക്രോസ്ഡ് വിത്ത് ബ്രൗൺ ബോഡീഡ് റെഡ് ഐഡ് മെയിൽ. അപ്പോൾ യെല്ലോ കളർ ബോഡിയും വൈറ്റ് ഐയും ഉള്ള ഫീമെയിൽ ഫ്ലൈയെ ബ്രൗൺ ബോഡിയും റെഡ് ഐയും ഉള്ള മെയിലുമായിട്ട് ക്രോസ് ചെയ്യും. Morgan hybridized yellow-bodied, white-eyed females to brown-bodied, red-eyed males and intercrossed their F1 progeny. ഇപ്പോൾ F1 ജനറേഷനിൽ കിട്ടിയത് എല്ലാം ഡോമിനൻ്റ് ക്യാരക്ടേഴ്സ് ആയിരിക്കും, നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യാമത്. പക്ഷേ F2 ജനറേഷനിൽ വന്നപ്പോഴത്തേക്ക് F1 ജനറേഷനിൽ മോർഗന് 3:1 റേഷ്യോ കിട്ടി. അപ്പോൾ ഇവിടുത്തെ ഡോമിനൻ്റ് ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന ഇതാണ്, ബ്രൗൺ ബോഡിയും റെഡ് ഐയും ഉള്ളതാണ് ഡോമിനൻ്റ് ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത്. F1 ജനറേഷനിലെല്ലാം ഇതേ ക്യാരക്ടേഴ്സുള്ള ഓർഗാനിസംസിനെയാണ് കിട്ടിയത്. പക്ഷേ F2 ജനറേഷനിലേക്ക് വന്നപ്പോൾ അവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്ന സാധാരണ റേഷ്യോ നിങ്ങൾക്കറിയാം, 9:3:3:1 റേഷ്യോ ആണ്. പക്ഷേ മെൻഡലിന് കിട്ടിയ ഈ ഡൈഹൈബ്രിഡ് റേഷ്യോ മോർഗന് കിട്ടിയില്ല. He observed that the 2 genes did not segregate independently of each other and the F2 ratio deviated very significantly from the 9:3:3:1 ratio. അപ്പോൾ മെൻഡലിന് കിട്ടിയ ഈ ഒരു ഡൈഹൈബ്രിഡ് റേഷ്യോ മോർഗന് കിട്ടിയില്ല. അപ്പോൾ അതെന്തുകൊണ്ട് കിട്ടിയില്ല? അപ്പോൾ അവിടെയാണ് മോർഗനൂടെ ആൻസറായിട്ടൂടെ പറയുന്നത്, the 2 genes did not segregate independently. ആ ക്യാരക്ടറിന് കാരണമായിട്ടുള്ള ജീനുകൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സെഗ്രിഗേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് 9:3:3:1 റേഷ്യോ കിട്ടിയിട്ടില്ല. എന്തായാലും നമുക്ക് ഈ ക്രോസ് ഒന്ന് നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ നോക്കുക, യെല്ലോ ബോഡീഡ് വൈറ്റ് ഐഡ് ഫീമെയിൽ ഈസ് ക്രോസ്ഡ് വിത്ത് ബ്രൗൺ ബോഡീഡ് റെഡ് ഐഡ് മെയിൽ. അപ്പോൾ ഇതാണ് ജനറ്റിക് ക്രോസ്. അപ്പോൾ സാധാരണ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ഇതാണ് ഡോമിനൻ്റ് ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത്. ഡോമിനൻ്റ് ഇൻഡിവിജ്വൽ. അപ്പോൾ ഡോമിനൻ്റ് ഇൻഡിവിജ്വലിന് നമ്മൾ നേരത്തെ അതിൻ്റെ ജീനോടൈപ്പ് എഴുതിയപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മളത് ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കുകയും റിസസീവ് ഇൻഡിവിജ്വലിലേക്ക് വരുമ്പോൾ അതിൻ്റെ തന്നെ സ്മാൾ ലെറ്റർ കൊടുക്കുകയുമാണ് സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുന്നത്.
പക്ഷേ ഇവിടെ ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ, ലിങ്കേജിൻ്റെ ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ ഇവിടെ ഡോമിനൻ്റ് ഇൻഡിവിജ്വലിനെ സ്മാൾ ലെറ്റർ കൊടുത്തിട്ട് അതിനൊരു പ്ലസ് സൈൻ കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിച്ചല്ലോ, Y+Y+W+W+. ഇതാണ് ബ്രൗൺ ബോഡിയുടെ റെഡ് ഐഡ് മെയിലിൻ്റെ ജീനോടൈപ്പ്. അപ്പോൾ ബ്രൗൺ ബോഡിയെ ഡിനോട്ട് ചെയ്യുന്ന അലിൽസാണ് Y+ഉം Y+ഉം. റെഡ് ഐയെ ഡിനോട്ട് ചെയ്യുന്ന അലിൽസാണ് W+W+. അപ്പോൾ ഇവിടെ സ്മാൾ ലെറ്റേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ജനറ്റിക് എക്സ്പെരിമെൻസിനെ സംബന്ധിച്ച് അതിൻ്റെ മ്യൂട്ടൻ്റ് വെറൈറ്റീസിനെ സൂചിപ്പിക്കാനായിട്ട് ഇതിൻ്റെ സ്മാൾ ലെറ്റേഴ്സ് ഉപയോഗിക്കും. അപ്പോൾ ഇതിന് മ്യൂട്ടേഷൻ സംഭവിച്ചാണ് ഈ വെറൈറ്റി ഉണ്ടായി എന്നുള്ളതിനും കൂടെ ഉള്ള ഒരു സിമ്പലാണ് ഈ പ്ലസ് സൈൻ എന്ന് പറയുന്നത്. ഈ പ്ലസ് സൈൻ കൊടുത്ത് എഴുതുമ്പോൾ നമ്മൾ സാധാരണ അതിനെ വൈൽഡ് ടൈപ്പ് എന്ന് പറയും. പ്ലസ് സൈൻ കൊടുത്ത് എഴുതുന്നതിന് വൈൽഡ് ടൈപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ വൈൽഡ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നോർമലി, നാച്ചുറലി കാണുന്ന ടൈപ്പ്, അതായത് ഡോമിനൻ്റ് ടൈപ്പ്. ഇപ്പോൾ ഡോമിനൻ്റ് ടൈപ്പിനെയാണ് വൈൽഡ് ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർക്കുക, ഈ പ്ലസ് സൈനുള്ള ജീനോ ടൈപ്പ് കാണുകയാണെങ്കിൽ അത് ഡോമിനൻ്റ് ആണ്. ഡോമിനൻ്റ് ക്യാരക്ടറിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ടാണ് പ്ലസ് സൈൻ ഇവിടെ ഉപയോഗിക്കുന്നത്. റിസസീവ് ക്യാരക്ടറിനെ റെപ്രസെൻ്റ് ചെയ്യാനാണ് സ്മാൾ സൈൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ റിസസീവ് ക്യാരക്ടറിന് പ്ലസ് സൈൻ കൊടുത്താൽ അത് ഡോമിനൻ്റ് ക്യാരക്ടർ ആകുമെന്ന് അർത്ഥം. ജനറ്റിക് എക്സ്പെരിമെൻസിൽ ആ രീതിയിലാണ് ജീനോ ടൈപ്പ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ക്രോസിലേക്ക് വരാം. അപ്പോൾ ഇവിടെ ക്രോസ് ചെയ്തത് പറഞ്ഞു, യെല്ലോ ബോഡിയും വൈറ്റ് ഐയുമുള്ള ഫീമെയിലിനെ ബ്രൗൺ ബോഡിയും റെഡ് ഐയും ഉള്ള മെയിലുമായിട്ട് ക്രോസ് ചെയ്തു. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട വസ്തുത, ഈ ക്യാരക്ടർ ബോഡി കളറും ഐ കളറും ഇതിന് കാരണമായിട്ടുള്ള ജീനുകൾ ഇരിക്കുന്നത് എക്സ് ക്രോമസോമിലാണ്. എക്സ് ക്രോമസോമിലാണ് ഈ രണ്ട് ക്യാരക്ടറിനെയും ഡിനോട്ട് ചെയ്യുന്ന ജീൻസ് ഇരിക്കുന്നത്. ഇവിടെ Y+ എന്നും W+ എന്നും ഇവിടെ കാണിച്ചിരിക്കുന്നത് കണ്ടല്ലോ. ഇത് രണ്ടും, ഇത് ബോഡിയുടെ കളറിനെ സൂചിപ്പിക്കുന്ന ജീൻ Y+, W+, ഐയുടെ കളറിനെ സൂചിപ്പിക്കുന്ന ജീൻ. ഇതിരിക്കുന്നത് ഏത് ക്രോമസോമിലാണ്? എക്സ് ക്രോമസോമിലാണ്. എക്സ് ക്രോമസോമിലാണ്. അപ്പോൾ നമുക്കറിയാം, ഫീമെയിൽസിന് 2 എക്സ് ക്രോമസോംസ് ഉണ്ട്. മെയിൽസിലാണെങ്കിൽ 1 എക്സ് ക്രോമസോമേ ഉള്ളൂ. 1 എക്സ് ക്രോമസോമേ ഉള്ളൂ. ഫീമെയിൽസിന് 2 എക്സ് ക്രോമസോംസ് ഉണ്ട്. അപ്പോൾ ഈ ഷേപ്പിൽ ഇതായി ഇവിടെ കാണിച്ചിരിക്കുന്നത് മെയിൽസിൻ്റെ Y ക്രോമസോമാണ്. Y ക്രോമസോമിന് ഇതിൻ്റെ ജീനൊന്നുമില്ല, കണ്ടോ, ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിട്ടില്ല. Y ക്രോമസോംസിൽ ഈ ബോഡി കളറിൻ്റെയും ഐ കളറിൻ്റെയും ജീനുകൾ ഇല്ല. ഇനി ഇവിടെ ഈ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് സെൻട്രോമിയർ ആണ്, ക്രോമസോമിൻ്റെ സെൻട്രോമിയർ. അറിയാമായിരിക്കും, ക്രോമാറ്റിഡുകൾ വന്നു ചേരുന്ന സ്ഥലമാണ് സെൻട്രോമിയർ. അപ്പോൾ ഇതാണ് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇത് രണ്ടും എക്സ് ക്രോമസോമാണ്. അപ്പോൾ റിസസീവ് ജീന് നമുക്കറിയാം, റിസസീവ് ജീന് എപ്പോഴാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഹോമോസൈഗസ് കണ്ടീഷനിലാണ് റിസസീവ് ജീന് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വൈയുടെയും ഡബ്ല്യുവിൻ്റെയും ജീനുകൾ 2 എക്സ് ക്രോമസോമിലും വന്നു കഴിയുമ്പോൾ അതെന്ത് ചെയ്യും? ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യും. യെല്ലോ വൈറ്റ് ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യും. എന്നാൽ ഇവിടെ 1 എക്സ് ക്രോമസോമിൽ തന്നെ Y+ഉം W ഇത് രണ്ടും ഡോമിനൻ്റ് ആണ്. ഡോമിനൻ്റ് അലീലായതുകൊണ്ട് 1 എക്സ് ക്രോമസോമിൽ തന്നെ വന്നാൽ മതി, അതെന്ത് ചെയ്യും? ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യും. ഇതാണ് ക്രോസ്. അപ്പോൾ യെല്ലോ ബോഡീഡ് വൈറ്റ് ഐഡ് മെയിലിന് ബ്രൗൺ ബോഡീഡ് ഇവിടെ വൈറ്റ് ഐഡ് ഫീമെയിലിന് ബ്രൗൺ ബോഡീഡ് റെഡ് ഐഡ് മെയിലുമായിട്ട് ക്രോസ് ചെയ്തു. ക്രോസ് ചെയ്തപ്പോൾ കിട്ടിയ F1 ജനറേഷനാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ക്യാരക്ടർ കാണുമ്പോൾ നമുക്കറിയാം ഇത് Y+ഉം W+ഉം ഉള്ളത് കൊണ്ട് ആ ക്യാരക്ടറായിരിക്കും എക്സ്പ്രസ് ചെയ്യുന്ന വൈൽഡ് ടൈപ്പാണ്. അപ്പോൾ ക്രോമസോം എക്സ്ചേഞ്ച് ചെയ്യപ്പെട്ടു, അതിവിടെ നോക്കുമ്പോൾ കാണാം അല്ലേ. ഈ കളറും
ഈ കളറും ഈ കളറും ഈ കളറും. അപ്പോൾ ഈ ക്രോമസോമുമാണ് ഒരു F1 ജനറേഷനിൽ ഒരാളിന് കിട്ടിയത്. അടുത്തയാളിന് ഇതും കിട്ടി. അപ്പോൾ ഇവിടെ എന്തായിരിക്കും ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യുക? ഇവിടെ 2 ടൈപ്പ് ജീനും ഉണ്ട്. ഡോമിനൻ്റ് ജീനും ഉണ്ട്, റിസസീവ് ജീനും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ഡോമിനൻ്റ് ജീനാണ് ഇവിടെ പ്രസൻ്റ് ആയിരിക്കുന്നത് കൊണ്ട് ഡോമിനൻ്റ് ക്യാരക്ടർ ആയിരിക്കും എക്സ്പ്രസ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ വൈൽഡ് ടൈപ്പ്, ദാറ്റ് ഈസ് ബ്രൗൺ ബോഡീഡ് റെഡ് ഐഡ് ഫീമെയിൽസ് ആണ്. ബ്രൗൺ ബോഡീഡ് റെഡ് ഐഡ് ഫീമെയിൽസ് ആണ്. ഇവിടെ വരുമ്പോഴെന്താണ്? വൈയും ഡബ്ല്യുയും റിസസീവ് ആണ്. യെല്ലോ ബോഡീഡ് വൈറ്റ് ഐഡ് ആണ്. ഈ ക്രോമസോം ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് ഇത് ആരാണ്? മെയിലാണ്. അപ്പോൾ ഇവിടെ എന്ത് മനസ്സിലാക്കാൻ പറ്റും? F1 ജനറേഷനിൽ കിട്ടിയ ഫീമെയിൽസ് എല്ലാം വൈൽഡ് ടൈപ്പായിരുന്നു, പാരൻറ്റിനെ പോലെ തന്നെ ഈ ഡോമിനൻ്റ് ടൈപ്പായിരുന്നു F1 ജനറേഷനിൽ കിട്ടിയ ഫീമെയിൽസ് എല്ലാം. എന്നാൽ മെയിൽസ് എന്തായിരുന്നു? ഇതായിരുന്നു, റിസസീവ് ആയിരുന്നു. അപ്പോൾ റിസസീവ് ക്യാരക്ടർ സാധാരണ ഹോമോസൈഗസ് കണ്ടീഷനിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ബട്ട് ഇവിടെ വൈ ക്രോമസോമിൽ അതില്ല, അതുകൊണ്ട് അവിടെ എക്സ്പ്രസ് ചെയ്യും ക്യാരക്ടർ. അപ്പോൾ അവിടെ യെല്ലോ ബോഡീഡ് വൈറ്റ് ഐഡ് മെയിൽസ് ആയിരിക്കും ഇവിടെ കിട്ടുക. അപ്പോൾ ഇവിടെ 3:1 റേഷ്യോയും മോർഗന് കിട്ടി. എന്നാൽ അടുത്ത F2 ജനറേഷനിലേക്ക് വന്നപ്പോൾ നോക്കൂ, F2 ജനറേഷനിലേക്ക് വന്നപ്പോഴത്തേക്കും നേരത്തെ മെൻഡലിന് കിട്ടിയ റേഷ്യോ 9:3:3:1 ആണ്. പക്ഷേ ഇവിടെ മോർഗന് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത് പാരൻ്റൽ ടൈപ്പ് 98.7%, റീകോമ്പിനൻ്റ് ടൈപ്പ് 1.3%. ദാറ്റ് മീൻസ് 98.7% എന്ന് പറയുമ്പോൾ ആൾമോസ്റ്റ് 99%. അപ്പം 100 ഫ്ലൈ കിട്ടിയെങ്കിൽ 99 ഫ്ലൈയും ഈ 2 കാറ്റഗറിയിലുമായിരുന്നു, ഈ 2 വിഭാഗത്തിൽപ്പെടുന്നവരുമായിരുന്നു. ദാറ്റ് മീൻസ് ബ്രൗൺ ബോഡീഡ് റെഡ് ഐഡ് മെയിലും കിട്ടി, ബ്രൗൺ ബോഡീഡ് റെഡ് ഐഡ് ഫീമെയിൽ കിട്ടി, യെല്ലോ ബോഡീഡ് വൈറ്റ് ഐഡ് മെയിൽ കിട്ടി, യെല്ലോ ബോഡീഡ് വൈറ്റ് ഐഡ് ഫീമെയിലും കിട്ടി. അപ്പോൾ ഈ ഫ്ലൈസിൽ തന്നെ മെയിലും ഫീമെയിലും കിട്ടി, ഈ ഫ്ലൈസിൽ തന്നെ മെയിലും ഫീമെയിലും കിട്ടി. ഇപ്പോൾ കിട്ടിയ ഫ്ലൈസിൽ 99%, 98.7% പാരൻ്റൽ ടൈപ്പായിരുന്നു. ഇനി ഒരു 1.3% അവർക്ക് റീകോമ്പിനൻ്റ് ടൈപ്പ് കിട്ടി. എന്ന് പറയുമ്പോൾ റീകോമ്പിനൻ്റ് എന്ന് പറയുമ്പോൾ എന്ത് ക്യാരക്ടർ വരാം? ഇത് ബ്രൗൺ ബോഡിയും റെഡ് ഐയുമാണ് അതിൻ്റെ വൈൽഡ് ടൈപ്പ്, ഡോമിനൻ്റ് ടൈപ്പ്. അപ്പോൾ ഈ ബ്രൗൺ ബോഡി വൈറ്റ് ഐയും കിട്ടിയാൽ അതെന്തായി? റീകോമ്പിനൻ്റ് ടൈപ്പായി. ബ്രൗൺ ബോഡിയും വൈറ്റ് ഐയും ആവുമ്പോൾ റീകോമ്പിനൻ്റ് ടൈപ്പായി. അതുപോലെ ഇവിടെ യെല്ലോ ബോഡിയും റെഡ് ഐയും കിട്ടിയാൽ എന്തായി? റീകോമ്പിനൻ്റ് ടൈപ്പായി. അത് കിട്ടി. ബ്രൗൺ ബോഡീഡ് വൈറ്റ് ഐഡ് മെയിൽ കിട്ടി, ബ്രൗൺ ബോഡീഡ് വൈറ്റ് ഐഡ് ഫീമെയിൽ, യെല്ലോ ബോഡീഡ് റെഡ് ഐഡ് മെയിൽ, യെല്ലോ ബോഡീഡ് റെഡ് ഐഡ് ഫീമെയിൽ. അപ്പോൾ അങ്ങനത്തെ റീകോമ്പിനൻ്റ് വെറൈറ്റീസും കിട്ടി. അപ്പോൾ അത് എത്രയേ കിട്ടിയുള്ളൂ? വെറും 1.3% മാത്രം. നേരത്തെ ഡൈഹൈബ്രിഡ് റേഷ്യോ അനുസരിച്ചാണെങ്കിൽ 9:3:3:1 റേഷ്യോയിൽ ഈ 4 ഫീനോടൈപ്പും കിട്ടണം. പക്ഷേ ഇവിടെ കിട്ടിയതെന്താണ്? ഇവിടുത്തെ ഈ 2 ഫീനോടൈപ്പും 98.7% കിട്ടി. ഇത് 2 മാറി വന്നത് 1.3% കിട്ടി. മനസ്സിലാക്കിയോ? അപ്പോൾ ഇവിടെ ക്രോമസോം റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇവിടെ Y+ എന്തിനെ സൂചിപ്പിക്കുന്നു? ബ്രൗൺ ബോഡിയെ സൂചിപ്പിക്കുന്നു. W+ എന്തിനെ സൂചിപ്പിക്കുന്നു? റെഡ് ഐയെ സൂചിപ്പിക്കുന്നു. Y+ ബ്രൗൺ ബോഡിയെ, W+ റെഡ് ഐയെ. അതുപോലെ Y യെല്ലോ ബോഡിയെ, W വൈറ്റ് ഐയെ. അപ്പോൾ ഇവിടെ രണ്ടും ഡോമിനൻ്റ് ആണ്. Y+ W+ വന്നു, ഡോമിനൻ്റ് ആണ്. അപ്പം ബ്രൗൺ ബോഡിയും റെഡ് ഐയും. Y ക്രോമസോം ഉള്ളതുകൊണ്ട് മനസ്സിലാക്കാം അതാരാണ്? മെയിലാണ്. ഇനി ഇവിടെ നോക്കൂ, Yയും Wയും ഉണ്ട്, റിസസീവാണ്. ബട്ട് X ക്രോമസോമിലാണ് ഇതിരിക്കുന്നത്. അപ്പം മെയിൽസിന് ഒരു X ക്രോമസോമേ ഉള്ളൂ.
Y ക്രോമസോമിൽ ഇതിൻ്റെ ജീൻ ഇല്ല, അതുകൊണ്ട് അത് അവിടെ എക്സ്പ്രസ് ചെയ്യും. അതുകൊണ്ട് യെല്ലോ ബോഡീഡ് വൈറ്റ് ഐഡ് മെയിൽ കിട്ടും. യെല്ലോ ബോഡീഡ് വൈറ്റ് ഐഡ് മെയിൽ കിട്ടും. അതാ ഇവിടെ Y+ഉം W+ഉം ഉണ്ട്, 2 ഡോമിനൻ്റ് അലിലും ഉണ്ട്, 2 റിസസീവ് അലിലും ഉണ്ട്, സ്മാൾ വൈയും സ്മാൾ ഡബ്ല്യു ഉണ്ട്. അപ്പോൾ ഡോമിനൻ്റ് വന്നതുകൊണ്ട് ഇവിടെ എന്തായിരിക്കും? ബ്രൗൺ ബോഡി റെഡ് ഐഡ് ഫീമെയിൽ ആയിരിക്കും. ഇതാ ഇവിടെ വൈയും ഡബ്ല്യുവും സ്മാള്, വൈയും ഡബ്ല്യു സ്മാൾ, രണ്ടും എക്സ് ക്രോമസോം. അപ്പോൾ അവിടെ ആരായിരിക്കും? യെല്ലോ ബോഡിയും വൈറ്റ് ഐയും ഉള്ള ഫീമെയിൽ ആയിരിക്കും. ഇത്രയും ഇവിടെ കിട്ടിയതാണ് F1 ജനറേഷനിൽ കിട്ടിയ പാരൻ്റൽ ടൈപ്പാണ് ഇതെല്ലാം. ഇനി അതിൻ്റെ റീകോമ്പിനൻ്റ് ടൈപ്പിൽ എന്താണ് വരിക? ബ്രൗൺ ബോഡിയും വൈറ്റ് ഐയും, Y+ ഉണ്ട് W ഉണ്ട്. Y+ എന്ന് പറഞ്ഞാൽ ബ്രൗൺ ബോഡി, W എന്ന് പറഞ്ഞാൽ വൈറ്റ് ഐ. ഇപ്പോൾ ബ്രൗൺ ബോഡീഡ് വൈറ്റ് ഐഡ് മെയിൽ. ഈ ക്രോമസോമിൻ്റെ ഷേപ്പ് വെച്ചിട്ട് മനസ്സിലാക്കാതെ മെയിൽ ഓർഗാനിസമാണ്. ഇവിടെ വൈയും ഉണ്ട്, W+ഉം ഉണ്ട്. വൈ എന്തിനെ സൂചിപ്പിക്കുന്നു? യെല്ലോ ബോഡിയെ സൂചിപ്പിക്കുന്നു. W+ഓ റെഡ് ഐയെ സൂചിപ്പിക്കുന്നു. അപ്പോൾ യെല്ലോ ബോഡീഡ് റെഡ് ഐഡ് മെയിൽ. Y ക്രോമസോം കണ്ട് മനസ്സിലാക്കാം അത് മെയിലാണെന്നുള്ളത്. ഇനി അടുത്തിവിടെയോ Y+ഉം W, Y+ഉം W. Y+ എന്തിനെ സൂചിപ്പിക്കുന്നു? ബ്രൗൺ ബോഡി. W അത് ഡോമിനൻ്റ് ആണ്, അതുകൊണ്ട് അത് എക്സ്പ്രസ് ചെയ്യും. ഇവിടെ 2 W ഉണ്ട്, അതുകൊണ്ട് എന്ത് എക്സ്പ്രസ് ചെയ്യും? വൈറ്റ് ഐയും എക്സ്പ്രസ് ചെയ്യും. ബ്രൗൺ ബോഡീഡ് വൈറ്റ് ഐഡ് ഫീമെയിൽ. ഇനി വൈയും W+ഉം, വൈയും റിസസീവാണ്, W ഡോമിനൻ്റ് ആണ്. അപ്പോൾ യെല്ലോ ബോഡീഡ് W+ എന്താണ്? റെഡ് ഐ ആണ്. അപ്പോൾ റീകോമ്പിനൻ്റ് ടൈപ്പ് 1.3%ഉം പാരൻ്റൽ ടൈപ്പ് 98.7%ഉമാണ് മെൻഡലിന് ഈ ക്രോസിലൂടെ ലഭിച്ചത്. ഇത് മെൻഡൽ നടത്തിയ ഒന്നാമത്തെ ഒരു ഡൈഹൈബ്രിഡ് ക്രോസിന് എക്സാമ്പിളാണ്. ഇനി അടുത്ത് നമുക്ക് രണ്ടാമത്തെ എക്സാമ്പിളിലേക്ക് പോകാം. ഇവിടെ നിരീക്ഷണ വിധേയമാക്കിയത് ഐയുടെ കളറും വിങ്സിൻ്റെ സൈസുമാണ് ഇവിടെ നിരീക്ഷണ വിധേയമാക്കിയത്. ഇപ്പോൾ ഫ്ലൈസിൽ നേരത്തെ പറഞ്ഞു ഡ്രോസോഫില ഫ്ലൈസിന് ഒരുപാട് ജനറ്റിക് വേരിയേഷൻസ് ഉണ്ട്. ആ ജനറ്റിക് വേരിയേഷൻസിൽ 2 വേരിയേഷൻസാണ് നേരത്തെ പറഞ്ഞത്. ഐയുടെ കളറിൻ്റെ കാര്യം പറഞ്ഞു, ബോഡിയുടെ കളറിൻ്റെ കാര്യം പറഞ്ഞു. അതുപോലെ മറ്റൊരു വേരിയേഷനാണ് ഇത് വിങ്സിൻ്റെ സൈസ്, അതിൻ്റെ ചിറകിൻ്റെ സൈസ്. ചില ഫ്ലൈസിന് വളരെ ചെറിയ ചിറകായിരിക്കും, അതിനെയാണ് മിനിയേച്ചർ വിങ് എന്ന് പറയുന്നത്. മിനിയേച്ചർ വിങ്. ചിലതിന് ലാർജ് വിങ് ആയിരിക്കും. അപ്പോൾ ഇവിടെ മെൻഡൽ ക്രോസ് ചെയ്തത് വൈറ്റ് ഐയും മിനിയേച്ചർ വിങ്ങും ഉള്ള ഫീമെയിൽ ഫ്ലൈയെ റെഡ് ഐയും ലാർജ് വിങ്ങും ഉള്ള മെയിൽ ഫ്ലൈയുമായിട്ട് ക്രോസ് ചെയ്തു. അപ്പോൾ ഇവിടെയും ഓർക്കുക, പ്ലസ് സൈൻ കൊടുത്തിരിക്കുന്നത് വൈൽഡ് ടൈപ്പാണ്. ദാറ്റ് മീൻസ് നാച്ചുറലി ഒക്കറിങ് ടൈപ്പ് ഓർ ഡോമിനൻ്റ് ടൈപ്പ്. ഇപ്പോൾ ഡോമിനൻ്റ് ടൈപ്പ് എന്ന് പറയുന്നത് റെഡ് ഐഡും ലാർജ് വിങ്ഡും ആയിട്ടുള്ള മെയിലാണ്. അപ്പോൾ അതിൻ്റെ റിസസീവ് ക്യാരക്ടറാണ് വൈറ്റ് ഐയും മിനിയേച്ചർ വിങ്ങും. അപ്പോൾ വൈറ്റ് ഐയും മിനിയേച്ചർ വിങ്ങും ഉള്ള ഫീമെയിലിനെ റെഡ് ഐയും ലാർജ് വിങ്ങും ഉള്ള മെയിലുമായിട്ട് ക്രോസ് ചെയ്തു. ആദ്യത്തെ ക്രോസാണ് ഇതാ ഇവിടെ കാണുന്നത്. അപ്പോൾ ഇത് വൈറ്റ് മിനിയേച്ചർ, ഇത് വൈൽഡ് ടൈപ്പ്, ദാറ്റ് മീൻസ് റെഡ് ലാർജ്. അതിനെ ക്രോസ് ചെയ്തു. ക്രോസ് ചെയ്തപ്പോൾ F1 ജനറേഷനിൽ ഇതിൽ നിന്നും ഒരു ക്രോമസോം കിട്ടി, ഇതിൽ നിന്നും ഒരു ക്രോമസോം കിട്ടി. അപ്പോൾ ഇത് രണ്ടും ഡോമിനൻ്റ് ആയതുകൊണ്ട് ഡോമിനൻ്റ് ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്തു, ദാറ്റ് ഈസ് വൈൽഡ് ടൈപ്പ്. ഇവിടെ നിന്ന് ഒരു ക്രോമസോം കിട്ടി, ഇവിടെ നിന്ന് ഒരു ക്രോമസോം കിട്ടി. അപ്പോൾ ഇവിടെ എന്താണ്? ഈ Y ക്രോമസോമിൽ ഇതിലും ഈ പറഞ്ഞതുപോലെ ഈ വിങ്ങിൻ്റെ ഷേപ്പിന് കാരണമായിട്ടുള്ള ജീനില്ല. നേരത്തെ പറഞ്ഞു ബോഡിയുടെ കളറ്, ഐയുടെ കളറ്, വിങ്സിൻ്റെ ഷേപ്പ് ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്ന ജീന് ഡ്രോസോഫിലയിൽ ഇരിക്കുന്നത് എക്സ് ക്രോമസോമിലാണ്. ഈ കാണിച്ചിരിക്കുന്ന എക്സ് ക്രോമസോമിലാണ്. Y ക്രോമസോമിൽ ഇതിൻ്റെ ജീനുകളില്ല.
ഇപ്പോൾ എക്സ് ക്രോമസോമിലാണ് ജീൻ ഉള്ളത് എന്നതുകൊണ്ട് മെയിൽസിൽ ഒരു ക്രോമസോമിൽ തന്നെ ഈ ജീൻ ഉണ്ടെങ്കിൽ ആ ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യും. എന്നാൽ ഫീമെയിൽസിലാണെങ്കിൽ 2 ക്രോമസോമിൻ്റെയും ജീനിൻ്റെ അവസ്ഥ പരിഗണിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെയും മോർഗന് F1 ജനറേഷനിൽ ഈ 3:1 റേഷ്യോ ലഭിച്ചു. വൈൽഡ് ടൈപ്പ് 3യും റിസസീവ് ടൈപ്പ് 1ഉം ആയിട്ടുള്ള ആ ഒരു റേഷ്യോ F1 ജനറേഷനിൽ കിട്ടി. ബട്ട് F2 ജനറേഷനിൽ വന്നപ്പോഴത്തേക്കും അവിടെ ആൾമോസ്റ്റ് 9:3:3:1 റേഷ്യോയിലേക്ക് കിട്ടി. ഫസ്റ്റ് ക്രോസിൽ ആ ഒരു റേഷ്യോയുടെ അടുത്ത് എത്തിയില്ല. സെക്കൻഡ് ക്രോസിൽ ഈ ഒരു എക്സ്പെരിമെൻ്റ് നടത്തിയപ്പോൾ പാരൻ്റൽ ടൈപ്പ് 62.8% കിട്ടി. റീകോമ്പിനൻ്റ് ടൈപ്പ് 37.2% കിട്ടി. നേരത്തെ ഫസ്റ്റ് ക്രോസിൽ ഓർക്കുന്നുണ്ടോ നിങ്ങൾ? പാരൻ്റൽ ടൈപ്പ് 98.7% ആയിരുന്നു. 98.7% ഇതേ ഫ്ലൈസ് ആയിരുന്നു. റീകോമ്പിനൻ്റ് ടൈപ്പ് 1.3% ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ രണ്ടാമത്തെ ക്രോസിൽ വന്നപ്പോൾ 62.8% പാരൻ്റൽ ടൈപ്പ് കിട്ടി. റീകോമ്പിനൻ്റ് ടൈപ്പ് 37.2% കിട്ടി. പാരൻ്റൽ ടൈപ്പ് ഒന്ന് കണ്ടു നോക്കാം. ആരൊക്കെയാണ് പാരൻ്റൽ ടൈപ്പ്? റെഡ് ഐഡ് ലാർജ് വിങ്ഡ് മെയിൽ എന്ന് പറയുന്നത് പാരൻ്റൽ ടൈപ്പാണ്. ഇത് പാരൻ്റൽ ടൈപ്പാണ്. W+M+, ഇത് രണ്ടും ഡോമിനൻ്റ് ക്യാരക്ടറാണ്. റെഡ് ഐയെ ലാർജ് വിങ്ങിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഈ ക്യാരക്ടർ മെയിലാണ്. ഇത് Y ക്രോമസോമാണ്. മെയിലായതുകൊണ്ട് ഒരു ക്രോമസോമിൽ ഈ ജീൻ വന്നാൽ മതി, ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഈ ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് പാരൻ്റൽ ടൈപ്പിൽ. രണ്ടാമത് ഇതിൽ വരുമ്പോഴോ ഇത് WM, 2 റിസസീവ് ജീനാണ്, മെയിലാണ്. എക്സ് ക്രോമസോം ഒരെണ്ണമേ ഉള്ളൂ, അതുകൊണ്ട് എന്ത് ചെയ്യും? എക്സ്പ്രസ് ചെയ്യും. വൈറ്റ് ഐഡ് മിനിയേച്ചർ വിങ് Wയും Mഉം എക്സ്പ്രസ് ചെയ്യും. ഇനി ഇതിലേക്ക് വരുമ്പോഴോ W+M+, ദാറ്റ് മീൻസ് രണ്ടും ഡോമിനൻറ്റ്. റെഡ് ഐഡ് ലാർജ് വിങ്ഡ് വൈൽഡ് ടൈപ്പ് കിട്ടി. ദെൻ WM രണ്ടെല്ലാം സ്മാൾ ലെറ്റേഴ്സ്, ദാറ്റ് മീൻസ് റിസസീവ്. 2 എക്സ് ക്രോമസോമും റിസസീവ് ജീൻസുകൾ വന്നു. അപ്പോൾ എന്ത് ക്യാരക്ടർ എക്സ്പ്രസ് ചെയ്യും? വൈറ്റ് ഐഡ് മിനിയേച്ചർ വിങ്ഡ് ഫീമെയിൽസ് ആയിരിക്കും. ദാറ്റ് മീൻസ് ഇത് മെയിലും ഫീമെയിലും കിട്ടി, ഇതിൻ്റെയും മെയിലും ഫീമെയിലും കിട്ടി. അപ്പോൾ ഈ കിട്ടിയ ഫ്ലൈസ് എല്ലാം 62.8%ഉം പാരൻ്റൽ ക്യാരക്ടേഴ്സ് ആയിരുന്നു. നേരത്തെ നമ്മൾ ഡൈഹൈബ്രിഡ് ക്രോസിൽ റൗണ്ട് യെല്ലോയും റിങ്കിൾഡ് ഗ്രീനും പറഞ്ഞതുപോലെ ഇതെല്ലാം പാരൻ്റൽ ക്യാരക്ടേഴ്സാണ്. പാരൻ്റൽ ക്യാരക്ടേഴ്സാണിത്. ഇതെല്ലാം പാരൻ്റൽ ക്യാരക്ടേഴ്സ് കിട്ടി. ഇനി റീകോമ്പിനൻ്റ് ക്യാരക്ടേഴ്സോ? അപ്പോൾ റീകോമ്പിനൻ്റ് ക്യാരക്ടേഴ്സ് എങ്ങനെ വരും? ഇവിടെ ഈ റെഡ് ഐയും ലാർജ് വിങ്ങും ആണ് ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. റെഡ് ഐയും ലാർജ് വിങ്. അപ്പോൾ റെഡ് ഐ ഉള്ള ഫ്ലൈക്ക് മിനിയേച്ചർ വിങ് വന്നാൽ അത് റീകോമ്പിനൻ്റായി. റെഡ് ഐ ഉള്ള ഫ്ലൈക്ക് ലാർജ് വിങ്ങിന് പകരം മിനിയേച്ചർ വിങ് വന്നാൽ റീകോമ്പിനൻ്റായി. അതുപോലെ വൈറ്റ് ഐ ഉള്ള ഫ്ലൈക്ക് ലാർജ് വിങ് വന്നാൽ അതും റീകോമ്പിനൻ്റ് ടൈപ്പായി. ആ ടൈപ്പുകൾ നമുക്കിത് ഇവിടെ കിട്ടി. റെഡ് ഐഡ് മിനിയേച്ചർ വിങ്ഡ്, റെഡ് ഐയും മിനിയേച്ചർ വിങ്ങും ഉള്ള മെയിലിനെ കിട്ടി. റെഡ് ഐയും മിനിയേച്ചർ വിങ്ങും ഉള്ള ഫീമെയിലിനെ കിട്ടി. വൈറ്റ് ഐയും ലാർജ് വിങ്ങും ഉള്ള മെയിലിനെ കിട്ടി. വൈറ്റ് ഐയും ലാർജ് വിങ്ങും ഉള്ള ഫീമെയിലിനെയും കിട്ടി. അപ്പോൾ റീകോമ്പിനൻ്റ് ടൈപ്പ് 37.2% കിട്ടി. പാരൻ്റൽ ടൈപ്പ് 62.8% കിട്ടി. ഇനി എന്തായിരിക്കാം ഫസ്റ്റ് ക്രോസിൽ മെൻ്റലിന് കിട്ടിയ റിസൾട്ട് എന്ന് പറഞ്ഞ് ഓർക്കുന്നുണ്ടല്ലോ? ഇത് 98.7ഉം 1.3ഉം. സെക്കൻഡ് ക്രോസിൽ വന്നപ്പോഴത്തേക്കും 62.8ഉം 37.2ഉം. എന്തായിരിക്കാം ഈ 2 ക്രോസിലും ഈ ഡൈഹൈബ്രിഡ് ക്രോസിൽ ഈ ഒരു വേരിയേഷൻ വന്നതിന് കാരണം? അപ്പോൾ അതാണ് അടുത്ത് നമ്മൾ ഫൈൻഡ് ചെയ്യുന്ന കാര്യം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത, ഈ 2 ജീനുകളും ഇവിടെ വരച്ചിരിക്കുന്നത്, മാപ്പ് ചെയ്തിരിക്കുന്നതിൻ്റെ പൊസിഷൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇവിടെ വൈയും ഡബ്ല്യുവും ജീന് കാണാമല്ലോ. വൈയും ഡബ്ല്യുവും ജീന് ഈ സെൻട്രോമിയർ ആണ് ഇതാ ഇവിടെ ക്രോമസോമിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ക്രൊമാറ്റിഡ്സുകൾ വന്ന് ചേരുന്ന സ്ഥലം.
അപ്പോൾ സെൻട്രോമിയറിൽ നിന്നും അകലെയായിട്ട് ഈ രണ്ട് ജീനുകളും അടുത്തടുത്തായിട്ടാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, ക്ലോസ്ലി ലൊക്കേറ്റഡ് ആണ്. എന്നാൽ ഈ ക്രോസിൽ നോക്കൂ, രണ്ടാമത്തെ ക്രോസിൽ ഇവിടെ സെൻട്രോമിയർ ഇവിടെ കാണാം. സെൻട്രോമിയറിൻ്റെ അടുത്തായിട്ട് ഇതാ മിനിയേച്ചർ വിങ്ങിൻ്റെ ജീനിരിപ്പുണ്ട്. സെൻട്രോമിയറിൽ നിന്നും അകലെയായിട്ട് ഇതാ ഇവിടെ ഐ കളറിൻ്റെ ജീനിരിപ്പുണ്ട്. അപ്പോൾ എന്താ ഇവിടുത്തെ പ്രത്യേകത? ഇവിടെ എന്താണ്, ഈ രണ്ട് ജീനുകളും ക്രോമസോമിൽ അടുത്തടുത്തായിട്ട് കാണപ്പെടുന്നു. ഒരേ ക്രോമസോമിലാണ് കാണുന്നത്, എക്സ് ക്രോമസോമിലാണ് കാണുന്നത്. ഇത് ക്ലോസ്ലി ലൊക്കേറ്റഡ് ആണ്. എന്നാൽ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഈ രണ്ട് ജീനുകളും ഡിസ്റ്റൻ്റ്ലി ലൊക്കേറ്റഡ് ആണ്. അല്പം ഡിസ്റ്റൻസ് ഉണ്ട് ഈ രണ്ട് ജീനുകളും തങ്ങളിൽ. അപ്പോൾ ക്രോമസോം മൂവ്മെൻറ്റ് നിങ്ങൾ പഠിച്ചിട്ടുള്ളപ്പോൾ ക്രോസിംഗ് ഓവർ എന്നുള്ള പ്രതിഭാസമൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് ഓർക്കുന്നുണ്ടാവും. ക്രോമസോമുകൾ അവരുടെ ക്രൊമാറ്റിഡ്സുകളുടെ പാർട്ടുകൾ തങ്ങളിൽ കൈമാറുന്ന പ്രോസസ്സൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഈ അടുത്തടുത്താണ് ഈ ജീനുകൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ അടുത്ത് ക്രോസിംഗ് ഓവർ നടക്കുമ്പോഴത്തേക്കും ഈ ക്രോമസോം മുറിഞ്ഞു പോകുമ്പോൾ ഇവിടെ ഇടയ്ക്ക് വെച്ച് മുറിയാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. എന്നാൽ ഇവിടെ ഡിസ്റ്റൻ്റ്ലി ലൊക്കേറ്റഡ് ആയിട്ടാണ് ക്രോമസോം ഇരിക്കുന്നത്, ഈ ജീനുകൾ ഇരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യാം, ക്രോസിംഗ് ഓവർ നടക്കുമ്പോൾ ക്രോമസോം മുറിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം അതാണ് ഈ പ്രതിഭാസത്തിന് കാരണം. അപ്പോൾ ഇവിടെ നമുക്ക് ഏകദേശം 9:3:3:1 റേഷ്യോയുടെ അടുപ്പിച്ചുള്ള ഒരു റേഷ്യോ ഇവിടെ കിട്ടാൻ കാരണം ക്രോമസോംസ് സെഗ്രിഗേറ്റ് ചെയ്തപ്പോഴത്തേക്കും ജീനുകളും സെഗ്രിഗേറ്റായി. പക്ഷേ ഇവിടെ ജീനുകൾ അടുത്തടുത്ത് ലൊക്കേറ്റ് ചെയ്തിരുന്നത് കൊണ്ട് ക്രോമസോം സെഗ്രിഗേറ്റ് ചെയ്തപ്പോൾ ജീനുകൾ സെഗ്രിഗേറ്റ് ചെയ്തില്ല. അവിടെ ഇൻഡിപെൻഡൻ്റ് അസോർട്ട്മെൻറ്റ് നടന്നില്ല. മനസ്സിലാക്കിയോ? അതുകൊണ്ടാണ് ഇവിടെ എന്ത് സംഭവിച്ചത്, വേരിയേഷൻ കിട്ടിയത്. ഡൈഹൈബ്രിഡ് ക്രോസിൽ സാധാരണ കിട്ടാവുന്ന ഒരു റേഷ്യോയിലേക്ക് മോർഗൻ എത്താൻ പറ്റിയില്ല. അപ്പോൾ ഈ ഫിനോമിനെയാണ് നമ്മൾ ലിങ്കേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മെൻഡൽ അദ്ദേഹത്തിൻ്റെ ക്രോസിൽ എന്ത് ഫൈൻഡിങ്സ് ആണ് നടത്തിയത്, കണ്ടെത്തിയത്, എന്ത് ഫൈൻഡിങ്സിലേക്ക് എത്തിച്ചേർന്നു? ദ ജീൻസ് ഫോർ വൈറ്റ് ആൻഡ് യെല്ലോ വെയർ ടൈറ്റ്ലി ലിങ്ക്ഡ്. ഇതാണ് ജീൻസ് ഫോർ വൈറ്റ് ആൻഡ് യെല്ലോ, ഈ രണ്ട് ക്യാരക്ടറും ടൈറ്റ്ലി ലിങ്ക്ഡ് ആൻഡ് ഷോഡ് 98.7% parental type and only 1.3% shows recombination. 1.3% മാത്രമേ റീകോമ്പിനൻ്റ് ടൈപ്പ് വന്നുള്ളൂ. The genes for white and miniature wing were loosely linked. ഇവിടെ ഡിസ്റ്റൻസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇത് ലൂസ്ലി ലിങ്ക്ഡ് ആണ്. showed 62.8% parental type and 37.2% shows recombination. 62.8% parental type ആയിരുന്നു, 37.2% recombinant type ആയിരുന്നു. If the genes are distantly arranged in a chromosome, linkage is low and recombination is high. ഒരു ക്രോമസോമിൽ ജീൻസ് ക്ലോസ്ലി അറേഞ്ച്ഡ് ആണെങ്കിൽ ലിങ്കേജ് ഹൈ ആയിരിക്കും. പാരൻ്റൽ ക്യാരക്ടേഴ്സ് അതുപോലെ അടുത്ത ജനറേഷന് കിട്ടും. ക്ലോസ്ലി ലിങ്ക്ഡ് ആണെങ്കിൽ ഷോസ് ലോ റീകോമ്പിനേഷൻ. അപ്പോൾ ജീൻസുകൾ തങ്ങളിൽ ക്ലോസ്ലി ലിങ്ക്ഡ് ആണെങ്കിൽ ലിങ്കേജ് മാക്സിമം ആയിരിക്കും, റീകോമ്പിനേഷൻ മിനിമം ആയിരിക്കും. എന്നാൽ ജീൻസുകൾ തങ്ങളിൽ ഡിസ്റ്റൻ്റ്ലി ലൊക്കേറ്റഡ് ആണെങ്കിൽ ലിങ്കേജ് ലോ, റീകോമ്പിനേഷൻ ഹൈ. അപ്പോൾ ഇവിടെ മോർഗൻ്റെ എക്സ്പെരിമെൻറ്റിൽ എന്തുകൊണ്ടാണ് ഈ ഒരു ലിങ്കേജ് വന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നേരത്തെ സൂചിപ്പിച്ചു, ഈ പറഞ്ഞ ക്യാരക്ടേഴ്സ്, അതിൻ്റെ ബോഡി കളറ്, ഐയുടെ കളറ്, വിങ്സിൻ്റെ ഷേപ്പ്, ഇതിന് കാരണമായിട്ടുള്ള ജീനുകളെല്ലാം ലൊക്കേറ്റ് ചെയ്തിരുന്നത് എക്സ് ക്രോമസോമിലാണ്, ഒറ്റ ക്രോമസോമിലാണ്. ഫീമെയിൽസിൽ 2 എക്സ് ക്രോമസോം ഉണ്ട്, മെയിലിൽ 1 എക്സ് ക്രോമസോംസേ ഉള്ളൂ. Thus, when two genes in a dihybrid cross were situated on the same chromosome, the proportion of the parental gene combinations was much higher than the non-parental type due to linkage.
ഇപ്പോൾ ഒരു ഡൈഹൈബ്രിഡ് ക്രോസിൽ കൺസിഡർ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ക്രോമസോമിൽ വളരെ ക്ലോസ്ലി ലൊക്കേറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ അവിടെ നോൺ പാരൻ്റൽ കോമ്പിനേഷൻ കുറവായിരിക്കും. കാരണം അവിടെ എന്ത് പ്രതിഭാസമുണ്ട്? ലിങ്കേജ് എന്ന് പറയുന്ന പ്രതിഭാസമുണ്ട്. ലിങ്കേജിനെ നമുക്ക് എങ്ങനെ ഒന്ന് ഡിഫൈൻ ചെയ്യാം? ലിങ്കേജ് ഈസ് ദ ഫിനോമിനൻ ഓഫ് കോഎക്സിസ്റ്റൻസ് ഓഫ് 2 or more ജീൻസ് ഇൻ ദ സെയിം ക്രോമസോം. 2 or അതിലധികമോ ജീനുകൾ ഒരു ക്രോമസോമിൽ തന്നെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഫിനോമിനെ വിളിക്കുന്ന പേരാണ് ലിങ്കേജ്. സച്ച് ജീൻസ് ആർ കാൾഡ് ലിങ്ക്ഡ് ജീൻസ്. ഇപ്പോൾ ഡ്രോസോഫിലയെ സംബന്ധിച്ചിടത്തോളം ഡ്രോസോഫിലയുടെ ഐ കളറും അതുപോലെ തന്നെ ഡ്രോസോഫിലയുടെ ബോഡി കളറും ഡിറ്റർമൈൻ ചെയ്യുന്ന ജീനുകൾ ലിങ്ക്ഡ് ജീൻസാണ്. ഐ കളറിനെയും ബോഡി കളറിനെയും ഡിറ്റർമൈൻ ചെയ്യുന്ന ജീൻസുകൾ ലിങ്ക്ഡ് ജീൻസാണ്. കാരണം ക്ലോസ്ലി ലൊക്കേറ്റഡ് ആണ്. അതുകൊണ്ട് അത് ലിങ്ക്ഡ് ജീൻസാണ്. ലിങ്ക്ഡ് ജീൻസ് ഡു നോട്ട് ഷോ ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്. ഇപ്പോൾ ലിങ്ക്ഡ് ജീൻസിന് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് ക്രോസിംഗ് ഓവർ നടക്കുമ്പോഴത്തേക്കും സാധ്യമാകില്ല. അപ്പോൾ ഇവിടെ ഈ പടം കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ എ എന്നും ബി എന്നും പറയുന്ന 2 ജീന് ക്രോമസോമിൽ ക്രൊമാറ്റിഡുകളിൽ അടുത്തടുത്തായിട്ട് കാണുന്നു. ഇത് അതിൻ്റെ തന്നെ റിസസീവ് ജീനുകൾ ഇപ്പുറത്ത് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു റീകോമ്പിനേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഈ ക്രൊമാറ്റിഡുകൾ പരസ്പരം കൈമാറ്റം ചെയ്യപ്പെടണം. പക്ഷേ ഈ കൈമാറ്റം ചെയ്യപ്പെടുന്നതിൻ്റെ ഫ്രീക്വൻസി വളരെ കുറവായിരിക്കും. 98.7% മോർഗന് കിട്ടിയ എക്സ്പെരിമെൻ്റ് അനുസരിച്ച് പാരൻ്റൽ ടൈപ്പ് ആയിരിക്കും. റീകോമ്പിനൻ്റ് ക്രോമസോം ഡു ഫോം ബട്ട് നോട്ട് വെരി ഓഫൺ. വളരെ കുറച്ച് മാത്രമേ ഫോം ചെയ്യാൻ സാധ്യതയുള്ളൂ. എന്നാൽ ഇതാ ഈ ക്രോമസോമിൽ നോക്കിക്കേ, എ എന്നും ബി എന്നും പറയുന്ന 2 ജീൻ ഇത് ക്രോമസോമിൽ ഡിസ്റ്റൻ്റ്ലി ലൊക്കേറ്റഡ് ആണ്. ഇത് അതിൻ്റെ ഡോമിനൻ്റ് ജീൻ, ഇത് അതിൻ്റെ റിസസീവ് ജീൻ. ഇവിടെ റീകോമ്പിനേഷൻ നടക്കുന്നുണ്ട്. ക്രൊമാറ്റിഡുകൾ പരസ്പരം കൈമാറ്റം ചെയ്യപ്പെടുമ്പോഴത്തേക്കും റീകോമ്പിനൻ്റ് വെറൈറ്റീസ് ഉണ്ടാകുന്നുണ്ട്. റീകോമ്പിനൻ്റ് വെറൈറ്റീസ് എയും ഇവിടെ സ്മാൾ ബിയും വന്നു. അതുപോലെ ഇവിടെ സ്മാൾ എയും കിട്ടി, ക്യാപിറ്റൽ ബി കിട്ടി, സ്മാൾ എയും സ്മാൾ ബിയും കിട്ടി. അപ്പോൾ ആ രീതിയിലുള്ള റീകോമ്പിനേഷനുള്ള സാധ്യത ജീനുകൾ ഡിസ്റ്റൻ്റ്ലി ലൊക്കേറ്റഡ് ആണെങ്കിൽ ഉണ്ടാകും. ക്ലോസ്ലി ലൊക്കേറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ റീകോമ്പിനേഷനുള്ള സാധ്യത കുറവ്. അപ്പം അന്നേരം ആ ജീനുകളെ നമ്മൾ എന്ത് പേരിൽ വിളിക്കും? ലിങ്ക്ഡ് ജീൻസ് എന്ന് വിളിക്കും. ലിങ്ക്ഡ് ജീൻസ് ഡു നോട്ട് ഷോ ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്. എന്താ റീകോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ? എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ദ ടേം റീകോമ്പിനേഷൻ ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദ ജനറേഷൻ ഓഫ് നോൺ പാരൻ്റൽ കോമ്പിനേഷൻസ്. പാരൻ്റൽ ടൈപ്പ് അല്ലാത്ത നോൺ പാരൻ്റൽ കോമ്പിനേഷൻസിന് പറയാനാണ് നമ്മൾ റീകോമ്പിനേഷൻ എന്നുള്ള ഒരു ടേം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. തുടർന്നുള്ള ഭാഗങ്ങൾ കാണുന്നതിനായി അടുത്ത വീഡിയോ കാണുക.